ആസൂത്രിത ഇടപെടൽ നടന്നെന്ന് VS സുനിൽകുമാർ. ഈ പൂരത്തിന്റെ അലങ്കോലപ്പെട്ടതിന്റെ പിന്നിൽ വ്യക്തമായിട്ടുള്ള രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടിയിട്ടുള്ള ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയമില്ല. സംഭവിച്ചത് അറിയണമെന്ന് മന്ത്രി കെ രാജൻ. പൂരം കലക്കാൻ ലോബി പ്രവർത്തിച്ചിട്ടുണ്ടെന്ന് തിരുവമ്പാടി ദേവസ്വം. മുഖ്യമന്ത്രിക്ക് പിന്നാലെ PV അൻവറിനെ തള്ളി CPM കേന്ദ്രങ്ങളും. അൻവർ പറയുന്നത് പാർട്ടിയെ ദുർബലപ്പെടുത്തുന്നു. അൻവറിന്റെ നീക്കത്തിൽ രഹസ്യ അന്വേഷണത്തിന് ആഭ്യന്തര വകുപ്പ്. അൻവറിനെ സ്വാഗതം ചെയ്ത് നിലമ്പൂരിലെ ലീഗ് നേതൃത്വം. അൻവറിനെ മുഖ്യമന്ത്രിക്ക് പേടിയെന്ന് കെ സുധാകരൻ. ഷിരൂരിലെ ദൗത്യം ഇന്ന് സുപ്രധാന ഘട്ടത്തിൽ. തെരച്ചിലിൽ ടാങ്കർ ലോറിയുടെ ഭാഗങ്ങൾ കണ്ടെത്തി. അപകട സമയത്ത് ഉഗ്ര സ്ഫോടനം നടന്നതായി സംശയമെന്ന് ഈശ്വർ മൽപെ ന്യൂസ് 18നോട്. ഇത്തിരി ഡീപ്പായിട്ടുണ്ട്, 30 അടി ഡീപ്പുണ്ട് അവിടെ. നേരത്തെ അതെല്ലാം പോലെ ഒരു 20 അടി, ഇപ്പം 30 അടി ഡീപ്പ്. എന്തെങ്കിലും ഇപ്പോൾ ഒരു ചിന്ന ഒരു സ്പോട്ട് ആയിട്ടെങ്കിലും സ്പോട്ട് ആവാന്നറിയും. ഞാനിപ്പോൾ അത് എനിക്ക് പറയാനാവില്ല. അത് ML പിന്നെ SP പിന്നെ DC മേഡം അവർ പറയണം. ശ്രീലങ്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ അനുരകുമാര ദിസനായക മുന്നിൽ. റെനിൽ വിക്രമസിംഗെ മൂന്നാമത്. ചെപ്പോക്കിൽ ചരിത്രം രചിച്ച ഇന്ത്യ. ബംഗ്ലാദേശിനെതിരായ ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യക്ക് 280 റൺസ് വിജയം. അശ്വിന് 6 വിക്കറ്റ്. ISLൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് ഈസ്റ്റ് ബംഗാളിനെ നേരിടും. മത്സരം രാത്രി 7:30 കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ. വിശദമായി നമുക്ക് കടക്കാം. തൃശൂർ പൂരം അലങ്കോലമായതിൽ CPIയുടെ ആരോപണങ്ങൾ തള്ളി ADGP MR അജിത് കുമാറിന്റെ അന്വേഷണ റിപ്പോർട്ട്. ബാഹ്യ ഇടപെടലോ ഗൂഢാലോചനയോ ഉണ്ടായിട്ടില്ലെന്നാണ് കണ്ടെത്തൽ. സിറ്റി പോലീസ് കമ്മീഷണർ അങ്കിത് അശോകന്റെ ഏകോപനത്തിൽ വീഴ്ച പറ്റിയെന്നും റിപ്പോർട്ടിൽ പരാമർശമുണ്ട്. പൂരം അലങ്കോലമാക്കിയതിൽ ബാഹ്യശക്തികളുടെ ഇടപെടലോ ഗൂഢാലോചനയില്ലെന്നാണ് ADGP MR അജിത് കുമാറിന്റെ റിപ്പോർട്ട്. സംഭവിച്ചത് സിറ്റി പോലീസ് കമ്മീഷണർ അങ്കിത് അശോകിന്റെ ഏകോപനത്തിലുണ്ടായ പാളിച്ച മാത്രം. കോടതി നിർദ്ദേശം കൂടി പരിഗണിച്ചാണ് പോലീസ് നടപടികൾ സ്വീകരിച്ചത്. അവിടുത്തെ സാഹചര്യം കൈകാര്യം ചെയ്യുന്നതിൽ കമ്മീഷണർക്ക് വീഴ്ച പറ്റി. ഉന്നത ഉദ്യോഗസ്ഥരെ കൃത്യമായി വിവരങ്ങൾ അറിയിച്ചില്ല. വിവിധ ഇടങ്ങളിൽ നിയോഗിച്ചത് അനുഭവ പരിചയം കുറഞ്ഞ ഉദ്യോഗസ്ഥരെയാണെന്നും ADGPയുടെ റിപ്പോർട്ടിൽ പറയുന്നു. പൂരം പൂർത്തിയാക്കാൻ ദേവസ്വങ്ങളും സമ്മതിച്ചില്ലെന്നും അന്വേഷണ റിപ്പോർട്ടിൽ പരാമർശമുണ്ട്. ചിത്രങ്ങളും ദൃശ്യങ്ങളുമടക്കം 1600-ലധികം പേജുള്ള റിപ്പോർട്ടാണ് MR അജിത് കുമാർ സമർപ്പിച്ചിരിക്കുന്നത്. പക്ഷേ റിപ്പോർട്ട് പ്രതിപക്ഷവും CPIയും അംഗീകരിക്കുന്നില്ല. ബാഹ്യ ഇടപെടൽ ഉണ്ടായെന്ന് തന്നെയാണ് CPIയുടെ നിലപാട്. പൂരത്തിന്റെ അലങ്കോലപ്പെട്ടതിന്റെ പിന്നിൽ വ്യക്തമായിട്ടുള്ള രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടിയിട്ടുള്ള ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയമില്ല. അത് സംബന്ധിച്ച വിശദാംശങ്ങൾ, അത് സംബന്ധിച്ച കാര്യങ്ങൾ ആ റിപ്പോർട്ടിൽ ഉണ്ടാവുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. MR അജിത് കുമാറിന്റെ റിപ്പോർട്ട് തള്ളിയ പ്രതിപക്ഷം ജുഡീഷ്യൽ അന്വേഷണമാണ് ആവശ്യപ്പെടുന്നത്. പൂരം കലക്കിയത് ഒരു ഗൂഢാലോചനയുടെ ഭാഗമാണ്. ആ ഗൂഢാലോചനയിൽ പങ്കാളികളായി അതിന് നേതൃത്വം കൊടുത്ത ആള് തന്നെ ആ റിപ്പോർട്ട്, അത് അറിയാവുന്ന ആൾക്ക് ആ റിപ്പോർട്ട് കൈമാറിയിരിക്കുന്നു. അതുകൊണ്ട് ഈ റിപ്പോർട്ടിന് യാതൊരു പ്രസക്തിയില്ല. അജിത് കുമാറിന്റെ റിപ്പോർട്ടിന് വിശ്വാസ്യതയില്ല. അതുകൊണ്ട് തന്നെ ജുഡീഷ്യൽ അന്വേഷണം വേണമെന്നുള്ള കാര്യത്തിൽ ഞങ്ങൾ ഉറച്ചു നിൽക്കാം. ആ പൂരം കലങ്ങിയ വിവാദമാണ് അതുവരെ ഉണ്ടായിരുന്ന രാഷ്ട്രീയ ചിത്രം മാറിയത്. BJPയും ജുഡീഷ്യൽ അന്വേഷണം ആവശ്യപ്പെടുന്നു. ബോധപൂർവമായ അട്ടിമറി ഉണ്ടായോ അട്ടിമറി ഉണ്ടായില്ലയോ അതൊന്നും ഞങ്ങളുടെ വിഷയമല്ല. ഇതിൽ ജുഡീഷ്യൽ അന്വേഷണം ഉണ്ടാകണം. പോലീസുമായി ഒത്തുചേർന്ന് ഇടതുപക്ഷം നടത്തിയിട്ടുള്ള അട്ടിമറിയാണ് അവിടെ നടന്നിട്ടുള്ളത്. SPക്കെതിരെ കർശനമായിട്ടുള്ള നിലപാടെടുക്കണം, SPയെ മാറ്റണം എന്ന് അതിശക്തമായി ആവശ്യപ്പെട്ടവരാണ് BJP. അന്വേഷണം പ്രഖ്യാപിച്ച് 5 മാസത്തിന് ശേഷമാണ് റിപ്പോർട്ട് DGPക്ക് മുന്നിലെത്തുന്നത്. ഇന്നലെ മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കണ്ടതിന് തൊട്ടു പിന്നാലെയാണ് റിപ്പോർട്ട് കൈമാറിയെന്നതും ശ്രദ്ധേയമാണ്. പൂരം അലങ്കോലമാക്കിയതിൽ ഗൂഢാലോചന ആരോപണം നേരിടുന്ന ഉദ്യോഗസ്ഥൻ തന്നെ അന്വേഷണം നടത്തിയെന്നതാണ് പ്രതിപക്ഷത്തെയും CPIയെയും ചൊടിപ്പിക്കുന്നത്. പോലീസ് റിപ്പോർട്ട് തിരുവമ്പാടി ദേവസ്വവും തള്ളി. കമ്മീഷണർക്ക് മാത്രമല്ല വനം വകുപ്പിനും പൂരവിവാദത്തിൽ ഉത്തരവാദിത്തമുണ്ടെന്നാണ്
ദേവസ്വത്തിന്റെ നിലപാട്. NGOസിന്റെ ഇടപെടലുകൾ ഇതിലുണ്ടെങ്കിൽ അത് ഗവൺമെന്റ് അന്വേഷിച്ച് അതിന് തക്കതായ ഒരു തീരുമാനം ഉണ്ടാവണമെന്നാണ് ദേവസ്വത്തിന്റെ സെക്രട്ടറി എന്നുള്ളതിൽ പറയാനുള്ളത്. ഗവൺമെന്റ് തലത്തിലല്ല, അത് ഏത് തലത്തിൽ നമുക്ക് ചിന്തിച്ചാലും നമുക്ക് അറിയാവുന്നതാണ്. ഇത് നമ്മുടെ മെക്കട്ടേക്ക് തന്നെ അവസാനിക്കും. CPI അടക്കം തള്ളിയ റിപ്പോർട്ട് മുഖ്യമന്ത്രി ഇനി അംഗീകരിക്കുമോ എന്നതാണ് നിർണായകം. പ്രതിപക്ഷത്തിന്റെ ജുഡീഷ്യൽ അന്വേഷണ ആവശ്യത്തോടുള്ള നിലപാടും ശ്രദ്ധേയമാകും. ഇടതുമുന്നണിയുടെ രാഷ്ട്രീയ തീരുമാനമായിരിക്കും ഇക്കാര്യത്തിൽ നിർണായകമാവുക. ന്യൂസ് 18 തിരുവനന്തപുരം. കേരളം ചർച്ച ചെയ്യുന്ന ഇന്ന് പകൽ ദിനത്തെ പ്രധാനപ്പെട്ട സംഭവമായി ADGPയുടെ തൃശൂർ പൂരം സംബന്ധിച്ച റിപ്പോർട്ട് മാറുകയാണ്. കാരണം അത് ഭരണകക്ഷിയിൽ CPI പോലെ ഉള്ള കക്ഷികൾ ഉയർത്തുന്ന കടുത്ത എതിർപ്പാണ്. ഈ റിപ്പോർട്ട് അംഗീകരിക്കാതെ CPI നിലപാടെടുക്കുമ്പോൾ മുഖ്യമന്ത്രി ഈ റിപ്പോർട്ടിനെ സ്വീകരിക്കുമോ, ഇടതുമുന്നണി എന്ത് നിലപാടെടുക്കും? വളരെ പ്രസക്തമാണ് ഇക്കാര്യം. ഇത് സംബന്ധിച്ചുള്ള നിരവധി അഭിപ്രായ പ്രകടനങ്ങളും ഇന്ന് പുറത്തു വരുന്നുണ്ട്. തൃശൂർ പൂരത്തിന് സംഭവിച്ചത് എന്തെന്ന് അറിയണമെന്ന് മന്ത്രി K. രാജൻ. റിപ്പോർട്ട് പുറത്തു വരണം, ആശങ്കകൾ പരിഹരിക്കണം. റിപ്പോർട്ട് പുറത്തു വന്നാൽ ആവശ്യപ്പെട്ടതെല്ലാം ഉണ്ടോ എന്ന കാര്യം പരിശോധിക്കുമെന്നും K. രാജൻ പറഞ്ഞു. സ്വാഭാവികമായിട്ടും പൂരത്തിന്റെ ഘട്ടത്തിൽ എല്ലാ അർത്ഥത്തിലും പങ്കെടുക്കുന്ന തൃശ്ശൂർക്കാരും അതിന്റെ ഭാഗമായിട്ടുള്ള പ്രവർത്തകർക്കും പൂരവുമായി ബന്ധപ്പെട്ടുണ്ടായ പ്രയാസങ്ങളിൽ എന്തുണ്ടായി എന്നറിയണം എന്നുള്ളത് തൃശ്ശൂരിന്റെ ഒരു അവകാശമാണ്. മന്ത്രി എന്ന നിലയിലാണെങ്കിൽ പോലും ആ റിപ്പോർട്ട് പുറത്തു വരണം എന്ന അഭിപ്രായ പ്രകടനം തന്നെയാണ് നേരത്തെ മുതൽ ഈ ആശങ്കയും അതുപോലെ തന്നെ വിവരാവകാശ നിയമപ്രകാരമുള്ള പ്രശ്നങ്ങളും ഒക്കെ ഉയർന്നപ്പോഴും ആ റിപ്പോർട്ട് പുറത്തു വരണം എന്ന നിർബന്ധം തന്നെയാണ് ആ കാര്യത്തിലുണ്ടായത്. ആ നിർബന്ധം തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. പക്ഷെ ഒരു കാര്യം, റിപ്പോർട്ട് പുറത്തു വരട്ടെ, റിപ്പോർട്ട് കൃത്യമായി പുറത്തു വരട്ടെ. എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് DGPയുടെ മുമ്പാകെ ഇന്നലെ സമർപ്പിച്ചു. ഇനി ആഭ്യന്തര സെക്രട്ടറി കൂടി കണ്ടിട്ട് വേണം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ മുമ്പിലെത്താൻ. മുഖ്യമന്ത്രിയുടെ ഓഫീസ് തന്നെ ഇന്നലെ അദ്ദേഹം പത്രസമ്മേളനത്തിൽ പറഞ്ഞതുപോലെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇടപെട്ടു. മുഖ്യമന്ത്രി നേരിട്ട് നോട്ട് നൽകി. 24-ാം തീയതിക്കകം ആ റിപ്പോർട്ട് ഗവൺമെന്റിന്റെ മുമ്പിലെത്തണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ റിപ്പോർട്ട് എത്തട്ടെ. ആ റിപ്പോർട്ട് എത്തിയതിനു ശേഷവും ഏതെങ്കിലും വിധത്തിലുള്ള ആശങ്കകൾ നമ്മുടെ മുമ്പിൽ ബാക്കിയുണ്ടെങ്കിൽ, ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങൾ നമുക്ക് ബാക്കിയുണ്ടെങ്കിൽ നമുക്ക് അത് ഉന്നയിക്കാനും ഏത് വിധത്തിലാണ് ആശങ്കകൾ പരിഹരിക്കേണ്ടത് എന്ന് പറയാനുമുള്ള അവകാശമുണ്ട്. അത് പറയുക തന്നെ ചെയ്യും, അതിൽ യാതൊരു തർക്കവുമില്ല. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇത്തരമൊരു നിലപാടെടുക്കുന്ന CPIക്ക് ഈ റിപ്പോർട്ട് സർക്കാർ, മുഖ്യമന്ത്രി സ്വീകരിച്ചാൽ എങ്ങനെ മുന്നണിയിൽ തുടരാൻ പറ്റുമെന്ന രാഷ്ട്രീയ ചോദ്യം ഏറെ പ്രസക്തമാവുകയാണ്. ഇതടക്കം CPI ഉന്നയിക്കുന്ന പല വിമർശനങ്ങളോടും മുഖ്യമന്ത്രി എന്ത് നിലപാടെടുക്കുമെന്നതും ഇനിയുള്ള ദിവസങ്ങളിൽ നിർണായകമാണ്. അഭിമാനവും അന്തസ്സും പണയപ്പെടുത്തി CPI എന്തിന് ഇടതുമുന്നണിയിൽ നിൽക്കണമെന്ന ചോദ്യം ഉയരുന്നത് കോൺഗ്രസിൽ നിന്നാണ്. KPCC അധ്യക്ഷൻ K. സുധാകരൻ തന്നെയാണ് ഈ ചോദ്യം ഉന്നയിക്കുന്നത്. CPIയെ സ്വാഗതം ചെയ്തുകൊണ്ടാണ് അദ്ദേഹം നിലപാടെടുക്കുന്നത്. CPI തെറ്റുതിരുത്തി തിരിച്ചു വന്നാൽ സ്വീകരിക്കുന്ന കാര്യം ആലോചിക്കുമെന്ന് സുധാകരൻ വ്യക്തമാക്കി. എന്തിന് നിങ്ങൾ ശ്വാസം മുട്ടണം? ഇവിടെ രാഷ്ട്രീയ മണ്ഡലങ്ങൾ വേറിയില്ലേ? തിരുത്താൻ തയ്യാറാണെങ്കിൽ ഞങ്ങൾ CPI നിങ്ങൾക്ക് കളിക്കുന്നതിനെ കുറിച്ചൊക്കെ പാർട്ടി അടിയന്തരമായി ചർച്ച ചെയ്യും. പൂരവിവാദത്തിൽ മുസ്ലിം ലീഗും ഇന്ന് അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. പൂരം കലക്കിയതല്ലെന്ന് പറഞ്ഞ് അന്വേഷണം അവസാനിപ്പിക്കാനാകില്ലെന്ന് മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി പറയുന്നു. വിഷയത്തിൽ ഗൗരവമായ അന്വേഷണം നടക്കണം. പൂരം കലക്കിയതിലെ ജനരോഷമാണ് BJPയുടെ വിജയത്തിന് കാരണമായതെങ്കിൽ അത് ചെറിയ കാര്യമല്ല. ആരോപണ വിധേയനായ ADGP തന്നെ അന്വേഷണം നടത്തിയതിൽ കടുത്ത വിമർശനം നിലനിൽക്കുന്നുണ്ടെന്നും PK കുഞ്ഞാലിക്കുട്ടി പറയുന്നു. ആരോപണം നിലവിൽ ഉണ്ടായിരുന്നതാണ്, ഉള്ളതാണ്. അത് വളരെ ഗൗരവമുള്ളതാണ്. അതിൽ പലതും തള്ളിക്കളയാവുന്നതല്ല, സത്യമാണ് എന്നുള്ളത് ജനങ്ങൾ വിശ്വസിക്കുന്ന ഒന്നാണ്. അത് സംബന്ധിച്ച് ഞങ്ങളൊക്കെ നോക്കി അതിലൊന്നൊന്നുമില്ല എന്ന് പറയുന്ന നിലപാട് അംഗീകരിക്കാൻ കഴിയില്ല. UDF മറ്റൊരു പ്രധാനപ്പെട്ട വിഷയത്തിലേക്ക് വരുമ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരായ PV അൻവറിന്റെ വിമർശനങ്ങളിൽ മൗനം വെടിയുകയാണ് CPM നേതൃത്വം. അൻവറിന്റെ നിലപാടിനോട് യോജിക്കാനാവില്ലെന്നാണ് CPM പുറത്തിറക്കിയ വാർത്താക്കുറിപ്പ്. അതിനിടെ അൻവറിന്റെ നീക്കങ്ങളിൽ ബദൽ നീക്കത്തിന് ആഭ്യന്തര വകുപ്പ് ആലോചിക്കുന്നുണ്ട് എന്ന വാർത്ത കൂടി വരുന്നുണ്ട്. അൻവറിന്റെ നീക്കങ്ങളിൽ ഗൂഢാലോചനയുണ്ടോ എന്നാണ് സർക്കാർ, ആഭ്യന്തര വകുപ്പ് രഹസ്യ അന്വേഷണം നടത്തുക. അതും ഇക്കാര്യത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. എന്തായാലും CPM കേന്ദ്രങ്ങൾ മുഖ്യമന്ത്രിക്ക് പിന്നാലെ അവരുടെ മൗനം അവസാനിപ്പിക്കുന്നു. അൻവറിനെതിരെ രംഗത്ത് വരുന്നു. അൻവറിന്റെ നീക്കങ്ങൾ അത് അനുചിതമാണ് എന്നതാണ് CPM നിലപാട്. ഒപ്പം തന്നെ CPM നേതൃത്വം അത് ഏതെങ്കിലും നേതാക്കളുടെ അഭിപ്രായത്തിനപ്പുറം ഔദ്യോഗിക വാർത്താക്കുറിപ്പിലൂടെ തന്നെ ഇക്കാര്യം വ്യക്തമാക്കിയെന്ന പശ്ചാത്തലം കൂടി നമുക്ക് മുന്നിലുണ്ട്.
വി വിനോദ് നമുക്കൊപ്പം ചേരുന്നു. വിനോദ്, നമ്മൾ പ്രതീക്ഷിച്ചതാണ്, മുഖ്യമന്ത്രിക്ക് പിന്നാലെ CPM കേന്ദ്രങ്ങൾ വരികയാണ്. അതിൽ ഏറ്റവും പ്രധാനം ഔദ്യോഗികമായ വാർത്താക്കുറിപ്പ് CPM പുറത്തിറക്കുന്നെങ്കിൽ ഇനി അങ്ങോട്ടുള്ള രാഷ്ട്രീയ നീക്കം വളരെ വ്യക്തമാണ്, അല്ലേ വിനോദ്? സഹിത ഏറ്റവും പുതിയ വിവരം CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ വാർത്താക്കുറിപ്പ് പുറത്തു വന്നിരിക്കുന്നു. ഇതിൽ അൻവറിന്റെ നിലപാടുകളോട് പാർട്ടിക്ക് യോജിക്കാൻ കഴിയില്ല എന്ന കാര്യം തന്നെയാണ് കൃത്യമായി പറഞ്ഞിരിക്കുന്നത്. PV അൻവർ MLA സ്വീകരിക്കുന്ന നിലപാടുകൾ പാർട്ടി ശത്രുക്കൾക്ക് ഗവൺമെന്റിനെയും പാർട്ടിയെയും ആക്രമിക്കാനുള്ള ആയുധങ്ങളായി മാറുകയാണ്. ഇത്തരം നിലപാടുകൾ തിരുത്തി പാർട്ടിയെ ദുർബലപ്പെടുത്താനുള്ള സമീപനത്തിൽ നിന്ന് പിന്തിരിയണമെന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അഭ്യർത്ഥിക്കുന്നു എന്ന തരത്തിലാണ് ഈ വാർത്താക്കുറിപ്പ്. ഇതിൻ്റെ തുടക്കത്തിൽ തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്വതന്ത്ര MLA എന്ന നിലയിലാണ് നിയമസഭയിലും നിലമ്പൂർ മണ്ഡലത്തിലും അൻവർ പ്രവർത്തിച്ചു വരുന്നത്. അദ്ദേഹം CPIM പാർലമെന്ററി പാർട്ടി അംഗവുമാണ്. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ പാർട്ടിയും അതോടൊപ്പം തന്നെ സർക്കാരും പരിശോധിച്ചു വരികയാണ്. പക്ഷേ അൻവറിൻ്റെ ഇപ്പോഴത്തെ നിലപാടുകളോട് യോജിക്കാൻ കഴിയുന്നില്ല എന്ന് തന്നെയാണ് പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് പുറപ്പെടുവിച്ചിട്ടുള്ള ഈ വാർത്താക്കുറിപ്പിൽ പറയുന്നത്. അതോടൊപ്പം തന്നെ ഇന്ന് DYFIയും നിലപാട് വ്യക്തമാക്കി. അൻവറിനെ പിന്തുണയ്ക്കുന്ന ഒരു നടപടിയും ഉണ്ടാകില്ല. PV അൻവർ ഇപ്പോൾ ആർക്ക് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത് എന്നത് പരിശോധിക്കാൻ നാസ വരെയൊന്നും പോകേണ്ടതില്ല. കടുത്ത പ്രയോഗമാണ് റഹീമിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. മുഖ്യമന്ത്രിയുടെ കഴിഞ്ഞ ദിവസത്തെ വാർത്താ സമ്മേളനം പൂർണ്ണമായി അൻവറിനെ തള്ളിക്കളയുന്നതാണ് എന്ന് മാത്രമല്ല, സ്വർണ്ണക്കടത്ത് സംഘങ്ങളെ സഹായിക്കുന്ന നിലപാടിലേക്ക് പോകുന്നു. അങ്ങനെ ഒരു പ്രതിസ്ഥാനത്തേക്ക് കൂടി അൻവറിനെ കൊണ്ട് വെക്കുകയും ചെയ്തു. പോലീസിനെ ദുർബലപ്പെടുത്തി അത്തരത്തിലുള്ള സ്വർണ്ണക്കടത്ത് പ്രവർത്തനങ്ങൾ അങ്ങനെ അവരെ സഹായിക്കുന്ന തരത്തിലേക്ക് ആരെങ്കിലും നീങ്ങിയാൽ അതിനെ പിന്തുണയ്ക്കാനോ അതിനോടൊപ്പം നിൽക്കാനോ കഴിയില്ല എന്നൊരു കാര്യം തന്നെയാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. അൻവറിനെ ഉദ്ദേശിച്ചാണോ എന്ന ചോദ്യത്തിന് അത് നിങ്ങൾ തീരുമാനിച്ചുകൊള്ളൂ, അതായത് അൻവറിനെ അല്ല ഉദ്ദേശിച്ചതെന്ന് മുഖ്യമന്ത്രി പറയുന്നില്ല. അൻവറിൻ്റെ നിലപാടുകൾ, അൻവർ തുറന്നു പറയുന്ന കാര്യങ്ങൾ പാർട്ടിയോടോ മുഖ്യമന്ത്രിയോടോ സംസാരിക്കാതെ ആദ്യം തന്നെ മാധ്യമങ്ങളോട് കാര്യം പറയുകയും സർക്കാരിനെ പ്രതിസന്ധിയിലാക്കുന്ന നിലയിലേക്ക് അൻവറിൻ്റെ പ്രവർത്തനങ്ങൾ പോവുകയും ചെയ്തു. പ്രതിപക്ഷത്തിന് വീണ് കിട്ടിയ ഒരു വടിയായി മാറിയിരിക്കുന്നു. സഭാ സമ്മേളനം തുടങ്ങാൻ പോവുകയാണ്. അൻവറിൻ്റെ നിലപാടുകൾ വലിയ തോതിൽ സർക്കാരിനെ പ്രതിസന്ധിയിലാക്കുമെന്ന കാര്യവും ഉറപ്പാണ്. ഇനി ഇടതുമുന്നണിയിൽ അൻവറിൻ്റെ സ്ഥാനമെന്ത് എന്നതും ചോദ്യചിഹ്നമായി അവശേഷിക്കുന്നുണ്ട്. അൻവർ ഒരു ഇഞ്ച് പിന്നോട്ട് പോകാതെ തൻ്റെ നിലപാടുകളിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു. മുഖ്യമന്ത്രിയെയും പാർട്ടി സെക്രട്ടറിയെയും കണ്ട ശേഷവും സമൂഹ മാധ്യമങ്ങളിലൂടെ തൻ്റെ നിലപാടുകൾ ആവർത്തിച്ച് പറഞ്ഞു. അതിനുശേഷം മാധ്യമങ്ങളെ കണ്ടു. ഒരു നിമിഷം പോലും അല്ലെങ്കിൽ ഒരു ഇഞ്ച് പോലും പിറകോട്ട് പോകാൻ അൻവർ തയ്യാറായിരുന്നില്ല. താൻ ഉന്നയിച്ച വാദങ്ങളിൽ അൻവർ ഉറച്ചു നിൽക്കുന്നു. കഴിഞ്ഞ ദിവസം വൈകിട്ടും അൻവർ വാർത്താ സമ്മേളനം വിളിച്ച് മുഖ്യമന്ത്രിക്ക് തെറ്റിദ്ധാരണ മാറും, മുഖ്യമന്ത്രിയെ ചിലർ തെറ്റിദ്ധരിപ്പിക്കുന്നു എന്ന കാര്യമാണ് ആവർത്തിച്ചത്. അതായത് മുഖ്യമന്ത്രി ഇപ്പോഴും ആരുടെ വലയത്തിലാണ്, മുഖ്യമന്ത്രി ആ തരത്തിൽ കെണിയിൽപ്പെട്ട് കിടക്കുന്നു എന്ന തരത്തിൽ തന്നെയാണ് അൻവർ പറയുന്നത്. അങ്ങനെ അല്ല എന്ന നിലപാട് അസന്നിഗ്ധമായി ഇന്നലെ തന്നെ മുഖ്യമന്ത്രി പറഞ്ഞതാണ്. ഏതെങ്കിലും ആരോപണത്തിൻ്റെ പേരിൽ ആരെയെങ്കിലും മാറ്റാൻ പറ്റില്ല. പ്രത്യേകിച്ച് P ശശിക്കെതിരെയൊക്കെയുള്ള അൻവറിൻ്റെ പരാതി, പ്രയോഗങ്ങൾ, പരാമർശങ്ങൾ ഇതെല്ലാം തന്നെ മുഖ്യമന്ത്രിയെ ചൊടിപ്പിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ അനിഷ്ടത്തിന് പാത്രമായി ഇനി എത്ര നാൾ അൻവറിന് ഇടതുമുന്നണിയിൽ തുടരാൻ കഴിയും? അങ്ങനെ തുടർന്നാൽ തന്നെ അൻവറിന് എത്രമാത്രം ശക്തനായി അവിടെ തുടരാൻ കഴിയും എന്നതൊക്കെ ചോദ്യചിഹ്നമാകുന്നു. അവിടെയാണ് മുസ്ലിം ലീഗിലേക്ക് അൻവറിന് വിളി വരുന്നത്, അല്ലെങ്കിൽ അങ്ങനെ ഒരു വാതിൽ തുറന്നുകൊണ്ടുള്ള ചില പരാമർശങ്ങൾ ഉണ്ടാകുന്നത്. മുസ്ലിം ലീഗ് നേതൃത്വവും ഇതിന് പച്ചക്കൊടി ഇതുവരെ കാണിച്ചിട്ടില്ല. വിനോദ്, രണ്ട് പ്രധാനപ്പെട്ട കാര്യം. ഒന്ന്, CPMന്റെ സംസ്ഥാന സെക്രട്ടറി അദ്ദേഹം ഇപ്പോൾ കേരളത്തിലില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. അദ്ദേഹം ഒരു ഔദ്യോഗിക പരിപാടിയുമായി ബന്ധപ്പെട്ട് വിദേശത്താണ്. പക്ഷേ എന്തുകൊണ്ട് CPM ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ ഇത്ര വൈകി? മുഖ്യമന്ത്രിയുടെ പ്രതികരണത്തിന് ശേഷം ഔദ്യോഗികമായി പ്രതികരിക്കുക എന്നതായിരുന്നു CPMന്റെ നിലപാടെന്ന് വേണോ നമുക്ക് സംശയിക്കാൻ? കാരണം അൻവർ സർക്കാരിനെയും മുഖ്യമന്ത്രിയെയും ആഭ്യന്തര വകുപ്പിനെയും പ്രതിക്കൂട്ടിൽ നിർത്തി പ്രതിസന്ധിയിലാക്കുന്ന അദ്ദേഹത്തിൻ്റെ വാർത്താ സമ്മേളനം ആരംഭിച്ചിട്ട് നാളുകളായി. പക്ഷേ ഇപ്പോൾ മാത്രമാണ് പ്രതികരണം വരുന്നത് എന്ന പശ്ചാത്തലമുണ്ട്. ഒരുപക്ഷേ മുഖ്യമന്ത്രിയുടെ നിലപാടറിഞ്ഞ് അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ നിലപാടിന് ശേഷം ഈ വാർത്താക്കുറിപ്പ് പുറത്തിറക്കാൻ സമ്മർദ്ദപ്പെടുകയായിരുന്നു CPM നേതൃത്വം. സത്യം നമ്മൾ മനസ്സിലാക്കുന്നത് മുഖ്യമന്ത്രിയുടെ മനസ്സറിഞ്ഞ് പാർട്ടി പ്രവർത്തിക്കുന്നു എന്ന് തന്നെയാണ്. കാരണം നമുക്കറിയാം, മുഖ്യമന്ത്രിയുടെ വാക്കുകൾക്കപ്പുറത്തേക്ക് പോകുന്ന ഒരു ശൈലി സമീപകാലത്തായി അല്ലെങ്കിൽ കുറേ വർഷങ്ങളായി പാർട്ടിക്കില്ല. അതുകൊണ്ട് തന്നെ പിണറായി വിജയൻ എന്ത് പറയുന്നു അത് മുഖ്യമന്ത്രിയുടെ മനസ്സറിഞ്ഞ ശേഷം ഒരു പ്രതികരണം. പക്ഷേ അതിലൊരു കാലതാമസമില്ല. ഇന്നലെ വാർത്താ സമ്മേളനം വിളിച്ച് മുഖ്യമന്ത്രി പറയുമ്പോൾ അത് PV അൻവറിനെ പൂർണ്ണമായും
തള്ളിക്കളയുകയായിരുന്നു. പി ശശിയെയും MR അജിത്കുമാറിനെയും സംരക്ഷിക്കുക എന്നതിനപ്പുറത്തേക്ക് ഓരോ കാര്യത്തിലും അവരെ സംരക്ഷിക്കുമ്പോൾ അതിനൊപ്പം തന്നെ PV അൻവർ ഉന്നയിച്ച ഓരോ കാര്യങ്ങളെയും മുഖ്യമന്ത്രി തള്ളിക്കളയുകയായിരുന്നു. അതായത് പരിപൂർണമായി അൻവറിനെ തള്ളിക്കൊണ്ടാണ് പി ശശിയെയും MR അജിത്കുമാറിനെയും കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി ന്യായീകരിച്ചതും കവചമൊരുക്കിയതും. ആ ഒരു സാഹചര്യം പരിശോധിക്കുമ്പോൾ ഇന്ന് രാവിലെ തന്നെ DYFIയുടെ പ്രതികരണം വരുന്നു. അൻവറിന് വേണ്ടി ഇതുവരെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ വലിയ തോതിൽ പിന്തുണ നൽകിയിരുന്നതിൽ വലിയൊരു വിഭാഗം DYFI പ്രവർത്തകരായിരുന്നു. കടന്നൽ കൂട്ടമെന്ന വിളിപ്പേര് പോലും ഉണ്ടായി. പക്ഷേ അങ്ങനെ ഒരു പിന്തുണ അൻവറിനില്ല എന്ന് DYFI നേതൃത്വം വ്യക്തമാക്കുന്നു. അതായത് പുകഞ്ഞ കൊള്ളി പുറത്ത് എന്ന നിലയിലേക്ക് യുവജന സംഘടനയും എത്തിയിരിക്കുന്നു എന്നത് തന്നെയാണ്. അതിന് പിന്നാലെ ഇപ്പോൾ സംസ്ഥാന സെക്രട്ടേറിയറ്റിൻ്റെ വിശദീകരണക്കുറിപ്പ് വന്നിരിക്കുന്നു. അൻവറിൻ്റെ ഈ പ്രവർത്തികളോട് യോജിക്കാൻ കഴിയില്ല. അതായത് അൻവറിന് പോകാം എന്ന ഒരു സന്ദേശം തന്നെയാണ് പാർട്ടി നൽകുന്നത്, പാർട്ടിയുടെ യുവജന സംഘടന നൽകുന്നത്, പാർട്ടി സംസ്ഥാന നേതൃത്വം നൽകുന്നത്, മുഖ്യമന്ത്രി നൽകുന്നത്. അൻവർ ഇനി ഇങ്ങനെ നിശബ്ദനായി തൻ്റെ ശക്തിയെല്ലാം മാറ്റി, അല്ലെങ്കിൽ ഇതുവരെ ആഞ്ഞടിച്ച അൻവർ വളരെ നിശബ്ദനായി ഈ പാർട്ടിയിലെ ഭാഗമായി അല്ലെങ്കിൽ പാർട്ടിയുടെ സ്വതന്ത്ര MLA ആയി തുടരുമോ എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം. അല്ലെങ്കിൽ ഇനി എത്ര നാൾ അൻവർ ഈ പാർട്ടിയിൽ? അവിടെയും പ്രശ്നമുണ്ട്. മുഖ്യമന്ത്രി ഇപ്പോൾ അൻവറിനെ കൊണ്ട് നിർത്തുന്നത്, നിശബ്ദമായെങ്കിലും കൊണ്ട് നിർത്തുന്നത്, സ്വർണ്ണക്കടത്തുകാർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരാൾ, അങ്ങനെയുള്ള ആളുകളുടെ ഇൻ്റർവ്യൂ വരുന്നു. അതിനെ ഉദ്ധരിച്ച് മുഖ്യമന്ത്രി പറയുന്നത് മലപ്പുറത്ത് പിടികൂടിയ സ്വർണത്തിൻ്റെ കണക്കാണ്. സ്വർണം ഉരുക്കുന്നു എന്ന് പറയുമ്പോൾ മറ്റ് പല വസ്തുക്കളിലും ചേർത്ത് കൊണ്ടുവരുന്ന സ്വർണം പിന്നീട് ഉരുക്കുമ്പോൾ അതിൻ്റെ അളവ് കുറയുന്നു. ഇതെല്ലാം അൻവർ ഉന്നയിക്കുന്ന ആരോപണങ്ങളെ മുഖ്യമന്ത്രി കൗണ്ടർ ചെയ്യുന്നു. അതെല്ലാം തള്ളിക്കൊണ്ട് പോയി ഏറ്റവും ഒടുവിൽ പോലീസിനെ നിഷ്ക്രിയമാക്കി സ്വർണ്ണക്കടത്തുകാർക്ക് വിഹരിക്കാൻ കഴിയുന്ന തരത്തിൽ സാഹചര്യം കൊണ്ടുപോകാമെന്ന് ആരും കരുതേണ്ട എന്ന് പറയുമ്പോൾ അത് അൻവറിനുള്ള മറുപടിയാണോ എന്ന ചോദ്യത്തിന് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ വ്യാഖ്യാനിക്കാമെന്നായിരുന്നു മുഖ്യമന്ത്രി മാധ്യമപ്രവർത്തകർക്ക് നൽകിയ മറുപടി. അതായത് ഇനി അൻവറിനെ ആരെങ്കിലും ഏറ്റെടുത്താൽ ഒരു സ്വർണ്ണക്കള്ളക്കടത്തുകാരനെ ഏറ്റെടുത്തു എന്ന പ്രചരണമാകും CPMൻ്റെ ഭാഗത്തു നിന്നുണ്ടാവുക. അൻവറിനെ സംബന്ധിച്ച് ഇനി അദ്ദേഹത്തിൻ്റെ വഴി ഏതായിരിക്കണം എന്ന് തീരുമാനിക്കേണ്ടത് അൻവർ തന്നെയാണ്. കുറച്ച് നിശബ്ദനായി ഇടതുമുന്നണിയിൽ തന്നെ തുടരണമോ, അതല്ല കൂടുതൽ തെളിവുകളുണ്ടെങ്കിൽ അത് പുറത്തുവിട്ട് ഇപ്പോൾ മുഖ്യമന്ത്രി എടുത്തിട്ടുള്ള നിലപാടുകൾ അതിനെപ്പോലും തള്ളിക്കൊണ്ട് താൻ പറഞ്ഞ കാര്യങ്ങളിൽ ഉറച്ചു നിന്നുകൊണ്ട് പുതിയൊരു രാഷ്ട്രീയ വഴി തുറക്കണമോ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒറ്റയ്ക്ക് വരുന്നത് അൻവറിനെ സംബന്ധിച്ച് പുതിയ കാര്യമല്ല. നമുക്ക് അൻവറിൻ്റെ രാഷ്ട്രീയ ചരിത്രം പരിശോധിച്ചാൽ അറിയാം. സ്വതന്ത്രനായൊക്കെ മത്സരിച്ച് അദ്ദേഹം ശക്തി തെളിയിച്ചിട്ടുള്ള ഒരാളാണ്. അതുകൊണ്ട് തന്നെ അൻവർ ഇനി ഏത് വഴി തിരഞ്ഞെടുക്കും? ഏതായിരുന്നു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൊക്കെ അൻവറിനുണ്ടായിരുന്ന ഒരു പിന്തുണ അത് ഇനി ഉണ്ടാകുമോ എന്നത് കണ്ടറിയേണ്ട കാര്യമാണ്. CPM ഏറെക്കുറെ അൻവറിനെ കൈയൊഴിഞ്ഞ മട്ടിലുമാണ്. യെസ്, അത് വളരെ പ്രധാനമാണ്. വിനോദ, ഒരു കാര്യം കൂടി, ഈ പാർട്ടിയെ ദുർബലപ്പെടുത്തുന്ന നിലപാടുകൾ മാറ്റി അത് തിരുത്തി പാർട്ടിക്കൊപ്പം നിൽക്കണം, ഇത്തരം നിലപാട് തിരുത്തണമെന്ന CPM വാർത്താക്കുറിപ്പ് അവസാനിപ്പിക്കുന്നുണ്ട്. ഇത് പറയുമ്പോഴും ഇനിയും അൻവറിന് സാധ്യതയുണ്ടെന്നൊരു സൂചന നൽകുന്നുണ്ട്. പക്ഷേ അതിനപ്പുറം നമുക്കറിയാം മുഖ്യമന്ത്രിയുടെ ഇന്നലത്തെ വാർത്താ സമ്മേളനത്തോടുകൂടി അൻവറിനെ ഇനി നിർത്തുന്നില്ല എന്ന് മാത്രമല്ല അൻവറിനെതിരെ ചില ആരോപണങ്ങളുടെ സൂചനകളും പങ്കുവയ്ക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഇനി അവശേഷിക്കുന്നത് സാങ്കേതികമായി അദ്ദേഹത്തിന് ഏകദേശം 1.5 വർഷത്തിലധികം MLA എന്ന കാലയളവുണ്ട്. അത് എങ്ങനെ, ആ കാലയളവ് പോലും എങ്ങനെ പൂർത്തിയാക്കുമെന്ന ചോദ്യമുണ്ട്. ഒക്ടോബറിൽ അടുത്ത മാസം നിയമസഭാ സമ്മേളനം തുടങ്ങാനിരിക്കുന്നു. ഈ കാലയളവിലൊക്കെ അൻവർ എടുക്കാൻ പോകുന്ന നിലപാട് എന്തെങ്കിലും, അദ്ദേഹം ഏതായാലും മുഖ്യമന്ത്രിക്കെതിരെയോ അല്ലെങ്കിൽ മുന്നണിക്കെതിരെയോ ഒരു രാഷ്ട്രീയ നിലപാട് പറയില്ല. പക്ഷേ പ്രതിപക്ഷമൊക്കെ അത്തരം ചോദ്യം ചോദിക്കുമ്പോൾ, സഭയിലേക്ക് ഉന്നയിക്കുമ്പോൾ ഇക്കാര്യത്തിലൊക്കെ മറുപടി പറയാൻ അൻവർ കൂടി ഭാഗമാവേണ്ടി വരും എന്നൊരു വിഷയമുണ്ട്. അങ്ങനെ സന്നിഗ്ധമായ രാഷ്ട്രീയ പ്രതിസന്ധിയായി അൻവറിൻ്റെ ഇനി അവശേഷിക്കുന്ന MLA കാലയളവ് നിയമസഭാ കാലയളവ് കൂടി മാറുന്നു എന്നൊരു പശ്ചാത്തലം കൂടി ഉണ്ടാവുന്നില്ലേ? തീർച്ചയായും ഉദ്വേഗം ജനിപ്പിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്. കാരണം പ്രതിപക്ഷം ഇപ്പോൾ തന്നെ അവരുടെ ഒരു പോർമുഖം തുറക്കുകയാണ്. കാരണം ജുഡീഷ്യൽ അന്വേഷണം ഒരു വശത്ത് ആവശ്യപ്പെടുന്നു, BJPയും ആവശ്യപ്പെടുന്നുണ്ട്. ഇതിനപ്പുറത്തേക്ക് തൃശ്ശൂരിൽ വിശദീകരണ യോഗം വിളിക്കാനാണ് ഇപ്പോൾ UDF തീരുമാനിച്ചിട്ടുള്ളത്. അവിടെ അവരുടെ അത്തരത്തിലുള്ള രാഷ്ട്രീയമായ നീക്കങ്ങളിലേക്ക് വിനോദ വരാം. VK സനോജ് DYFI നമുക്കൊപ്പം ചേരുന്നു. VK സനോജ്, ഇക്കാര്യത്തിൽ നേരത്തെ റഹീം നിലപാട് DYFIയുടെ ദേശീയ തലത്തിലുള്ള നിലപാട് തന്നെ പറഞ്ഞു കഴിഞ്ഞു. പക്ഷേ എന്തുകൊണ്ട് ഇത്ര വൈകി എന്ന ചോദ്യമാണ് ഞങ്ങൾക്കുണ്ടാവുന്നത്. കാരണം സാധാരണ രീതിയിൽ ഒരു കമ്മ്യൂണിസ്റ്റ് രീതിക്ക് വിരുദ്ധമായി PV അൻവർ പല രീതികളും പറയുന്നു. CPMൻ്റെ സംസ്ഥാന സമിതി അംഗത്തിനെതിരെ തന്നെ വിമർശനം ഉന്നയിക്കുന്നു. പക്ഷേ അന്നൊന്നും പറയാതിരുന്ന വിമർശനം നിങ്ങൾ പറയാൻ ഇത്ര സമയം എന്തുകൊണ്ടെടുത്തു? അല്ല, PV അൻവർ ഇടതുപക്ഷത്തിന്റെ ഭാഗമായി നിൽക്കുന്ന ഒരു MLA ആണ്. അപ്പോൾ ഒരു MLA സാധാരണ നിലയിൽ
ഈ നിലയിലല്ല അദ്ദേഹത്തിനുണ്ടാവുന്ന വിമർശനങ്ങൾ, അദ്ദേഹത്തിന്റെ പരാതികൾ ബോധ്യപ്പെടുത്തേണ്ടത് എന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ അദ്ദേഹത്തെ നേരിട്ട് അറിയിച്ചിട്ടുണ്ട്. അപ്പൊ ആദ്യഘട്ടത്തിൽ അദ്ദേഹം മുഖ്യമന്ത്രി വിളിച്ചപ്പോ കാണാൻ കൂട്ടാക്കിയില്ല എന്നും അത് സംബന്ധിച്ചുള്ള വിസ്തീർണം ഇന്നലെ മുഖ്യമന്ത്രി നൽകുകയുണ്ടായി. അപ്പൊ തുടർച്ചയായി ഒരു MLA അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്തങ്ങൾ മറന്ന് ഈ നിലയിൽ ഇടപെട്ടപ്പോഴാണ് മുഖ്യമന്ത്രിക്കും പാർട്ടിക്കും ഈ കാര്യത്തിനകത്ത് പരസ്യമായി തന്നെ ഒരു നിലപാടിലേക്ക് പോവേണ്ടി വന്നത്. അപ്പൊ അത് എന്തുകൊണ്ട് അപ്പൊ പറഞ്ഞില്ലാന്ന് ചോദിച്ചാൽ അദ്ദേഹം ഇടതുപക്ഷത്തിന്റെ ഭാഗമായി നിൽക്കുന്ന ഒരു MLA ആണ്. അപ്പോ അയാളെ തിരുത്തിക്കാൻ ആവശ്യമായ ശ്രമമാണ് പാർട്ടിയുടെ ഭാഗത്തുണ്ടാവുക. ഒരാൾ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്യുമ്പോൾ ആ നിമിഷം തന്നെ തള്ളിപ്പറഞ്ഞ് അയാളെ മോശമാക്കാന്നുള്ളല്ലോ. അപ്പൊ അത്തരം കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുമ്പോൾ ഇടപെടേണ്ട നിലയിൽ സംഘടനാപരമായി ഇടപെടൽ നടത്തിയിട്ടുണ്ട്. അപ്പൊ ആ കാര്യമാണ് ഇന്നലെ മുഖ്യമന്ത്രി പത്രസമ്മേളനത്തിൽ പറഞ്ഞിട്ടുള്ളത്. സരോജ്, ഒരു കാര്യം കൂടി നമുക്കറിയാം, ഇപ്പോൾ ഈ അൻവറിന്റെ ഫേസ്ബുക്ക്, അദ്ദേഹത്തിന്റെ സമൂഹ മാധ്യമ ഇടപെടലാണല്ലോ അദ്ദേഹത്തിന് ഒരു വലിയ പിന്തുണ പലതരത്തിലും ഉണ്ടായത്. അതിൽ വലിയൊരു പങ്കും ഡിവൈഎഫ്ഐയുടെ പ്രവർത്തകർ ഉൾപ്പെട്ടിട്ടുണ്ട്, ഇടതുപക്ഷ പ്രവർത്തകരുണ്ട്, അനുഭാവികളൊക്കെ ഉൾപ്പെട്ടിട്ടുണ്ട്. അവരൊക്കെ വലിയൊരു ആശയക്കുഴപ്പത്തിലാകുന്ന ഒരു പ്രതിസന്ധിയായി ഇതിനെ മാറുന്നുണ്ടോ? അത് നിങ്ങൾ തിരിച്ചറിയുന്നുണ്ടോ? ഇല്ല, അൻവറിനെ സംബന്ധിച്ച് ഡിവൈഎഫ്ഐക്കിടയിലോ ഡിവൈഎഫ്ഐയുടെ പ്രവർത്തകർക്കോ ഫേസ്ബുക്കിലോ നവമാധ്യമങ്ങളിലോ ഇടതുപക്ഷത്തിന്റെ ഭാഗമായി നിൽക്കുന്ന ആളുകൾക്കോ ഒരു ആശയക്കുഴപ്പമില്ല. അൻവർ ആദ്യം ഉന്നയിച്ച വിഷയത്തെ പല വിധത്തിലും സാമൂഹ്യ മാധ്യമങ്ങളിൽ ന്യായീകരിക്കപ്പെട്ടിട്ടുണ്ട്. മുഖ്യമന്ത്രിയും ആ വിഷയം ഗൗരവത്തോടുകൂടി കാണുന്നു എന്ന് തന്നെയാണ് പറഞ്ഞത്. പക്ഷെ ഒരു ഘട്ടം കഴിയുമ്പോഴാണ് ഒരു ഇതുവരെ ഇല്ലാത്ത ഒരു പ്രത്യേകതരം രീതിയിലേക്ക് അൻവർ പോയിട്ടുള്ളത്. അതിന്റെയൊന്നും ഭാഗമായിട്ട് കേരളത്തിലെ ഒരു ഡിവൈഎഫ്ഐക്കാരനും പോവില്ല. അൻവറിന്റെ ഒന്നും പിന്നാലെയൊന്നും ഒരു ഡിവൈഎഫ്ഐയും അണിനിരക്കുന്ന ഒരു പ്രശ്നവുമില്ല. അതുകൊണ്ട് വസ്തുതകൾ ആ നിലയിൽ മനസ്സിലാക്കിക്കൊണ്ട് നേരത്തെ അൻവറിനെ പിന്തുണച്ചതിന്റെ ഭാഗമായിട്ടുള്ള നിലപാടുകൾ സ്വീകരിച്ചവരുണ്ടാവാം. അവരെല്ലാം ആ നിലപാട് തിരുത്തുക തന്നെ ചെയ്യും. ആ നിലപാടിന്റെ ഒന്നും കൂടെ ആരും നിൽക്കുന്നതല്ല, ഉണ്ടാവില്ല. മുഖ്യമന്ത്രി ഇന്നലെ വാർത്താ സമ്മേളനത്തിൽ തന്നെ അൻവർ ഇങ്ങനെ പറയുന്നതിൽ വലിയ സംശയങ്ങൾ, അദ്ദേഹം നേരിട്ടൊന്നും പറഞ്ഞില്ലെങ്കിൽ കൂടിയും ചില സംശയങ്ങളൊക്കെ പങ്കുവെക്കുന്നു, അതിൻ്റെ സൂചനകൾ ഉണ്ടായിരുന്നു. നിങ്ങൾ ഡിവൈഎഫ്ഐ എന്ന തലത്തിൽ അൻവർ ഇപ്പോൾ ഇങ്ങനെ പരസ്യമായി, കാരണം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല, ഒടുവിൽ പാർട്ടിക്കും എല്ലാം പരാതി കൊടുത്തതിന് ശേഷം വാർത്താ സമ്മേളനം നടത്തുന്നു. ഏറ്റവും ഒടുവിൽ ഇന്നലെ മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൻ്റെ അറിയിപ്പ് നൽകിയതിന് ശേഷവും അതിന് മുമ്പായി അദ്ദേഹം മാധ്യമങ്ങളെ കണ്ട് ചില കാര്യങ്ങൾ പറയുന്നു. അപ്പോൾ ബോധപൂർവമായി അദ്ദേഹം ഇങ്ങനെ നടത്തുന്നതിന് പിന്നിൽ അദ്ദേഹത്തിന് മറ്റു ചില രാഷ്ട്രീയ താല്പര്യമുണ്ട് എന്ന ഒരു വിലയിരുത്തലിലേക്ക് ഡിവൈഎഫ്ഐ എന്ന യുവജന സംഘടനയൊക്കെ എത്തിയിട്ടുണ്ടോ? ഇല്ല, ഞങ്ങളിപ്പോ അങ്ങനെ ഒരു വിലയിരുത്തലേക്കൊന്നും പോകുന്നില്ല. പക്ഷേ സാധാരണ നിലയിൽ ഒരു ഇടതുപക്ഷത്തിന്റെ MLAയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവാൻ പാടില്ലാത്ത നീക്കങ്ങളും ഇടപെടലുകളുമാണ് തുടർച്ചയായി അദ്ദേഹത്തിന്റെ ഭാഗത്ത് ഉണ്ടായിട്ടുള്ളത്. ഇങ്ങനൊരു സാഹചര്യം മുമ്പ് ഉണ്ടായിട്ടില്ല. അപ്പൊ ഇങ്ങനൊരു പുതിയ സാഹചര്യം രൂപപ്പെട്ടപ്പോൾ ആ പുതിയ സാഹചര്യത്തെ സൂക്ഷ്മതയോടെ നോക്കേണ്ടതുണ്ട്. എന്താണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് എന്ന് കൂടുതൽ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പൊ ഈ കാര്യങ്ങളെ കൂടുതൽ മനസ്സിലാക്കാതെ ചാടിക്കാരി ഒരു അഭിപ്രായം പറയുന്ന രൂപത്തിലേക്ക് ഇപ്പൊ പോകുന്നില്ല. ഏതായാലും അദ്ദേഹം മുന്നോട്ട് വെക്കുന്ന ആശയങ്ങൾ, അദ്ദേഹം മുന്നോട്ട് വെക്കുന്ന പരാതി, അത് പ്രകടിപ്പിക്കുന്ന രീതി, അതിനോട് ഇപ്പൊ തൽക്കാലം വിയോജിക്കാനേ കഴിയൂ. ആ കാര്യമാണ് ഇന്നലെയും ഇന്നുമായിട്ട് സൂചിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. യെസ്, ഒരു കാര്യം കൂടി, ഈ അൻവർ ഇപ്പോൾ എടുത്ത നിലപാടുമായി ബന്ധപ്പെട്ട് അൻവറിന് പിന്തുണ നൽകുന്ന രീതിയിൽ സമൂഹ മാധ്യമങ്ങളിലടക്കം ആരെങ്കിലും പാർട്ടി പ്രവർത്തകർ, ഡിവൈഎഫ്ഐയുടെ നേതാക്കൾ, പ്രവർത്തകരൊക്കെ അത്തരമൊരു നിലപാടെടുത്താൽ അവർക്ക് കൂടിയുള്ള ഒരു സന്ദേശമായിട്ടാണോ താങ്കളടക്കം ഇത്തരമൊരു പരസ്യ നിലപാട് സ്വീകരിക്കുന്നത്? തീർച്ചയായിട്ടും സാമൂഹ്യ മാധ്യമങ്ങളിൽ പലരും ആവേശത്തിന്റെയൊക്കെ ഭാഗമായി പല നിലപാടും പറയും. പക്ഷെ ആത്യന്തികമായി പ്രസ്ഥാനം ഒരു നിലപാട് പറഞ്ഞു കഴിഞ്ഞാൽ ആ നിലപാടിന്റെ കൂടിയായിരിക്കും എല്ലാ വിഭാഗം ആളുകളും. അങ്ങനെ പ്രസ്ഥാനത്തെ തള്ളിപ്പറയുന്ന നിലപാടൊന്നും സാമൂഹ്യ മാധ്യമങ്ങളിൽ പാർട്ടിയുടെ ഭാഗമായി ഇടപെടുന്ന ആളുകൾ ഉണ്ടാവില്ല. പിന്നെ പാർട്ടിയുടെ മുഖംമൂടി അണിഞ്ഞ് അല്ലെങ്കിൽ മറ്റ് സംഘടനയുടെ മുഖംമൂടി അണിഞ്ഞ് ഫേക്ക് ID വഴിയൊക്കെ ചില പ്രചരണങ്ങളൊക്കെ നടത്തിയേക്കാം. അതിനൊന്നും ഉത്തരവാദിത്വം നമുക്ക് ഏറ്റെടുക്കാൻ വേണ്ടി കഴിയില്ല. ഇപ്പൊ ഡിവൈഎഫ്ഐയോ ഇടതുപക്ഷ തലത്തിന്റെ ഭാഗമായി പ്രധാനപ്പെട്ട പാർട്ടി നിലയിൽ CPIMO ഒരു നിലപാട് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും ആ നിലപാടിന്റെ കൂടെ നിൽക്കുന്നവരെ കേരളത്തിലെ ഈ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇടതുപക്ഷത്തിന്റെ ഭാഗമായി അണിനിരക്കുന്ന ആളുകളുള്ളൂ. അല്ല, അതിനെയൊന്നും വെല്ലുവിളിച്ചിട്ടൊന്നും ആരും പോകുന്ന ഒരു പ്രശ്നവും ഇവിടെ ഉണ്ടാവുന്നില്ല. അങ്ങനെ ലൈക്കിന്റെയും ഇതിന്റെയൊന്നും ബലത്തിൽ ആ നിലയിൽ ആരും അങ്ങനെ മുന്നോട്ട് പോകേണ്ടതില്ല. സരോജ്, ഒരു കാര്യം കൂടി, യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒരു നിലപാടെടുക്കാൻ വൈകിപ്പോയില്ലേ? ഒന്ന് തുറന്ന് സമ്മതിച്ച് അക്കാര്യം ഡിവൈഎഫ്ഐ എന്ന ഒരു സ്വതന്ത്ര യുവജന സംഘടനയ്ക്ക് നിലപാടെടുത്തുകൂടെ? കാരണം ഒരു കമ്മ്യൂണിസ്റ്റിക് രീതിക്ക് വിരുദ്ധമായ പല കാര്യങ്ങൾ എത്ര നാളുകളായി നടക്കുന്നു. ഇപ്പോൾ മാത്രമാണ് ഇത്തരമൊരു നിലപാടെടുക്കാൻ ഡിവൈഎഫ്ഐക്കും കഴിയുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഒരു അസാധാരണമായ ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അപ്പൊ ഒരു സാഹചര്യം രൂപപ്പെടുമ്പോൾ അതിനെ സൂക്ഷ്മതയിൽ വിലയിരുത്തുക, അതിനകത്ത് ചാടിക്കേറി അഭിപ്രായം പറയുക എന്നുള്ളതല്ല. അപ്പൊ അത് സംഘടനയ്ക്ക് സംഘടനയുടേതായ രീതിയുണ്ട്. അപ്പോ അദ്ദേഹം അഭിപ്രായം പറഞ്ഞു,
ഗവൺമെന്റ് ആ കാര്യത്തിനകത്ത് വളരെ പോസിറ്റീവായ നിലപാട് സ്വീകരിച്ചു. ഗവൺമെന്റ് വിജിലൻസ് അന്വേഷണം ഉൾപ്പെടെ പ്രഖ്യാപിക്കുന്നു. അതിലൊന്നും നിൽക്കാതെ മുന്നോട്ട് പോകുന്നൊരു നിലപാട് അദ്ദേഹം സ്വീകരിക്കും. അത് സംബന്ധിച്ച് ഗവൺമെന്റ് വിശദീകരിച്ചു. ആ കാര്യങ്ങളെല്ലാം ഞങ്ങൾ സൂക്ഷ്മതയോടെ നോക്കി കാണുകയാണ്. അപ്പൊ അതിനകത്ത് എന്ത് നിലപാട് എപ്പോൾ സ്വീകരിക്കണമെന്ന് ഞങ്ങൾ ആലോചിക്കേണ്ടതാണ്. ഞങ്ങൾ ഇപ്പോഴാണ് അത് സംബന്ധിച്ച് ഈ നിലയിൽ പോകുന്നത് ശരിയല്ല എന്ന അഭിപ്രായത്തിലേക്ക് വന്നത്. പാർട്ടിയുടെയും ഡിവൈഎഫ്ഐയിലെയും കുറെ അധികം ആളുകൾക്ക് തന്റെ ഒപ്പമുള്ള നിലപാടുണ്ട്. പക്ഷേ അവർക്കൊന്നും അത് പറയാനുള്ള വേദിയില്ല, പറയാനുള്ള അവസരമില്ല എന്നാണ് ഇന്നലെ അൻവർ പറഞ്ഞത് ഒരു കാര്യം. അത് പിന്നെ കൂടുതൽ അദ്ദേഹത്തോട് തന്നെ ചോദിക്കണം. അൻവർ പറഞ്ഞതിനെ കുറിച്ച് എനിക്ക് അതിനകത്തൊന്നും പറയാനില്ല. ഡിവൈഎഫ്ഐയുടെയും പാർട്ടിയുടെയും ഭാഗമായി നിൽക്കുന്ന ആളുകൾ, അത് ആ സംഘടന, ആ പ്രസ്ഥാനം ഒരു അഭിപ്രായം പറഞ്ഞാൽ ആ നിലപാടിന്റെ കൂടെ നിൽക്കുന്നവരാണ്. അത് കേരളത്തിലെ പ്രസ്ഥാനത്തെ കുറിച്ച് നിങ്ങൾക്ക് അറിയാത്തതല്ലോ. അതിന്റെ നിലപാടിന്റെ അപ്പുറത്തൊന്നും ആരും ഒരു തരത്തിലും പോവില്ല. അങ്ങനെ പോവില്ല എന്നുള്ള നല്ല ആത്മവിശ്വാസത്തിലാണ് ഞങ്ങൾക്കുള്ളത്. ശരി, വളരെ നന്ദി. എന്തായാലും സനോജ് പ്രതികരിച്ചതിന്. വിനോദ്, നമുക്കറിയാം ഡിവൈഎഫ്ഐക്ക് ഇപ്പം പരസ്യ സ്റ്റാൻഡ് എടുക്കുകയാണ്. എന്തുകൊണ്ട് ഇത് വൈകിയെന്ന് ചോദിച്ചാൽ ഒരു പ്രത്യേക സാഹചര്യമാണ്. അദ്ദേഹം ഇടതുപക്ഷത്തിൻ്റെ MLA ആയി തുടരുമ്പോൾ എടുക്കാൻ ചില നിലപാട് ബുദ്ധിമുട്ടുണ്ട് എന്ന് സനോജിക്ക് അവരുടെ ഒരു അവസ്ഥ തുറന്നു പറയുകയാണ്. ഒപ്പം ഡിവൈഎഫ്ഐ നേതാക്കൾ അടക്കം മുന്നോട്ട് വെക്കുന്ന ഒരു സന്ദേശമുണ്ട്, അല്ലെങ്കിൽ CPM ഔദ്യോഗികമായി സെക്രട്ടേറിയറ്റ് വാർത്താക്കുറിപ്പ് പുറത്തിറക്കിയതിലൂടെ അവർ മുന്നോട്ട് വയ്ക്കുന്ന സന്ദേശമുണ്ട്. ഇനി അൻവറിനെ പിന്തുണച്ച ആരും സമൂഹ മാധ്യമങ്ങളിലടക്കം രംഗത്ത് വരാൻ പാടില്ല എന്നതാണ്. അത്തരമൊരു നിലപാട് CPM ഔദ്യോഗികമായി സ്വീകരിക്കുമ്പോൾ CPM-ൽ മറ്റെന്തെങ്കിലും ബദൽ നീക്ക സാധ്യത നമുക്ക് മുന്നിലുണ്ടോ, കാണാൻ കഴിയുന്നുണ്ടോ? സൈത്ത് പാർട്ടി പ്രവർത്തകർക്കിടയിൽ, യുവജന സംഘടനയ്ക്കിടയിൽ ഇത്തരത്തിലുള്ള ചില ആശയക്കുഴപ്പങ്ങൾ ഉണ്ടായിരുന്നു എന്നത് വ്യക്തമാണ്. കാരണം മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ ഒരു നിലപാടെടുക്കേണ്ട സാഹചര്യമുണ്ടായിരുന്നു. PV അൻവർ അത്ര ശക്തനായി ഇടതുപക്ഷത്ത് നിൽക്കുന്ന ഒരാളാണ്. തുടർച്ചയായി ചില ആരോപണങ്ങൾ ഉന്നയിക്കുന്നു. P ശശിക്കെതിരെ വരെ ആരോപണം ഉന്നയിക്കുന്നു. ആ സമയത്ത് ഒരു പ്രതികരണം എന്നത് അത് മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് തന്നെയാണ് ആദ്യത്തെ പ്രതികരണം ഉണ്ടാകേണ്ടത്. അത് കഴിഞ്ഞ ദിവസം ഉണ്ടായി. തൊട്ട് പിന്നാലെ ഇപ്പോൾ DYFIയുടെ പ്രതികരണം ഉണ്ടായിരിക്കുന്നു. പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റിൻ്റെ വാർത്താക്കുറിപ്പ് ഉണ്ടായിരിക്കുന്നു. ആ നിലയ്ക്ക് പൂർണ്ണമായും പാർട്ടിയും യുവജന പ്രസ്ഥാനവും മുഖ്യമന്ത്രിക്ക് കീഴിൽ അണിനിരക്കുകയാണ്. അൻവറിൻ്റെ നീക്കങ്ങളിൽ ചില ദുരുദ്ദേശമുണ്ട് എന്ന സംശയം ബലപ്പെടുകയാണ്. അത് CPM-നുള്ളിൽ ബലപ്പെടുന്നു. അൻവർ മറ്റാർക്കോ വേണ്ടി ഈ തരത്തിൽ പ്രവർത്തിക്കുന്നു എന്നുള്ള ചിന്ത ബലപ്പെട്ടു വരികയാണ്. കാരണം മുഖ്യമന്ത്രിക്ക് പരാതി നൽകി, പാർട്ടി സെക്രട്ടറിക്ക് പരാതി നൽകി, അതിൽ അന്വേഷണ കമ്മീഷനെ വെച്ചു, അല്ലെങ്കിൽ DGPയുടെ നേതൃത്വത്തിലുള്ളൊരു അന്വേഷണമുണ്ട്, വിജിലൻസിൻ്റെ അന്വേഷണമുണ്ട്, പാർട്ടിയുടെ രീതിയിൽ അന്വേഷിക്കുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് വീണ്ടും അൻവർ ഇങ്ങനെ പ്രസ്താവന യുദ്ധവുമായി പോകുമ്പോൾ, സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കുമ്പോൾ അവിടെ സംശയിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അവിടെയാണ് ഇന്നലെ മുഖ്യമന്ത്രി പറഞ്ഞു വെച്ചത്, പോലീസിനെ നിഷ്ക്രിയമാക്കി സ്വർണ്ണക്കടത്ത്, പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയിലെ കണക്കുകളാണ് മുഖ്യമന്ത്രി ഇന്നലെ ഉദ്ധരിച്ചത്. അവിടെ പിടികൂടിയ സ്വർണവും രജിസ്റ്റർ ചെയ്ത കേസുകളുടെ എണ്ണവും അടക്കമുള്ള കാര്യങ്ങൾ മുഖ്യമന്ത്രി പറഞ്ഞു. അങ്ങനെ അത്തരക്കാരെ സഹായിക്കുന്നതിന് വേണ്ടിയുള്ള നീക്കത്തിലേക്കാണോ പോകുന്നത്? പോലീസിനെ നിഷ്ക്രിയമാക്കി അങ്ങനെ സ്വർണ്ണ കള്ളക്കടത്ത് നടത്താം എന്ന് ആരും കരുതേണ്ടതില്ല എന്ന് പറയുമ്പോൾ അൻവറിന് മറ്റ് ചില ഉദ്ദേശങ്ങളുണ്ടായിരുന്നു, ചില ദുരുദ്ദേശമുണ്ടായിരുന്നു എന്ന സൂചന തന്നെയാണ്, അല്ലെങ്കിൽ വരികൾക്കിടയിൽ അത് തന്നെയാണ് മുഖ്യമന്ത്രി പറഞ്ഞു വയ്ക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ഇപ്പോൾ സംവിധാനങ്ങൾ മുഴുവൻ, പാർട്ടി സംവിധാനവും സർക്കാർ സംവിധാനവും യുവജന പ്രസ്ഥാനവും അടക്കമുള്ള കാര്യങ്ങൾ മുഖ്യമന്ത്രിയുടെ വാക്കുകളോട് ചേർന്ന് നിൽക്കുന്നു. അൻവറിന് പോകണമെങ്കിൽ പോകാം, ആ നിലയിലേക്ക്, ആ ഒരു ലൈനിലേക്ക് പാർട്ടി എത്തിയിരിക്കുന്നു. അത് തന്നെയാണ് ഈ വാർത്താക്കുറിപ്പിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതും. അൻവറിൻ്റെ ഇപ്പോഴത്തെ നിലപാടുകളോട് യോജിക്കാൻ കഴിയില്ല. ഇപ്പോഴത്തെ രീതി അത് അൻവർ ഒഴിവാക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നുവെന്നാണ് പാർട്ടി പറയുന്നത്. അൻവറിന് മുന്നിൽ രണ്ട് വഴികളാണുള്ളത്. ഒന്ന്, താൻ ഇതുവരെ ഉയർത്തിയ വാദങ്ങൾ അത് ശക്തമായി ഉന്നയിച്ച് മുന്നോട്ട് പോകാം. അങ്ങനെയെങ്കിൽ അൻവർ പാർട്ടിയിൽ നിന്ന്, അല്ലെങ്കിൽ ഇടത് സംവിധാനത്തിൽ നിന്ന് പുറത്തു പോകുമെന്ന കാര്യം ഉറപ്പാണ്. അതല്ലെങ്കിൽ CPM-ന് വഴങ്ങി P ശശിക്കെതിരെയുള്ള പരാതിയിലൊന്നും ഇനി തുടർന്ന് കാര്യമായ പ്രസ്താവനകൾ നടത്താതെ, പരാമർശം നടത്താതെ അച്ചടക്കത്തോടെ, അതായത് പാർട്ടി ഉദ്ദേശിക്കുന്ന അച്ചടക്കത്തോടെ അൻവറിന് പാർട്ടിയിൽ അല്ലെങ്കിൽ ഇടത് സംവിധാനത്തിൽ തുടരാം, അദ്ദേഹത്തിന് MLA ആയി തുടരാം. പക്ഷേ അവിടെയും നേരത്തെ സൈത്ത് പറഞ്ഞതുപോലെ അടുത്ത മാസം 4-ന് സഭാ സമ്മേളനം ചേരുകയാണ്. അവിടെ വലിയ പ്രതിസന്ധിയാണ് സർക്കാരിനെ കാത്തിരിക്കുന്നത്. കാരണം പ്രതിപക്ഷം കൊണ്ടുവന്ന ഒരു ആരോപണമല്ല, മറിച്ച് ഭരണപക്ഷത്തെ ഒരു MLA, ശക്തനായ MLA കൊണ്ടുവന്ന ആരോപണമാണ്. അദ്ദേഹം പറഞ്ഞത് ചെറിയ കാര്യങ്ങളല്ല. ഒരു ADGP കൊലപാതകം നടത്തി, സ്വർണം തട്ടിയെടുത്തു, മന്ത്രിമാരുടെ ഫോൺ ചോർത്തി, ബന്ധുക്കളുടെ പേരിൽ ഭൂമി വാങ്ങിക്കൂട്ടി, അനധികൃത സ്വത്ത് സമ്പാദനം, ഇതിന് ഒരു SP കൂടി അദ്ദേഹത്തിൻ്റെ ഭാഗമായി കൊണ്ടുവന്നു.
ഈ കാര്യങ്ങളെല്ലാം അൻവർ പറയുന്നു. അതിനപ്പുറത്തേക്ക് പി ശശി പരാജയമാണെന്ന് പറയുന്നു. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നടക്കുന്ന കാര്യങ്ങൾ മുഖ്യമന്ത്രി അറിയുന്നില്ല, പല ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ പോലും മുഖ്യമന്ത്രിക്ക് മുന്നിലേക്ക് എത്തുന്നില്ല എന്ന് അൻവർ പറഞ്ഞു വെക്കുമ്പോൾ അത് സർക്കാരിനുണ്ടാക്കുന്ന പ്രതിസന്ധി ചെറുതല്ല. ആ അപകടം മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് കഴിഞ്ഞ ദിവസത്തെ മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം. ഏതായിരുന്നാലും ഏറെക്കുറെ അൻവറിനെ തള്ളിക്കളയാനുള്ള ഒരു നിലയിലേക്ക് ഇടതുപക്ഷം എത്തി, CPM എത്തി എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. സൈത്ത്, അതാണ് വിനോദ് സൂചിപ്പിച്ചതാണ് അതിൻ്റെ രാഷ്ട്രീയ പശ്ചാത്തലം. എന്തായാലും സമീപകാലത്ത് ഉണ്ടാവാത്ത തരത്തിലുള്ള രാഷ്ട്രീയ പ്രതിസന്ധിയായി CPM മുന്നിൽ ഇത് മാറുകയാണ്. ഇത്രയധികം കാത്തിരിപ്പിന് ശേഷം മുഖ്യമന്ത്രിയുടെ നിലപാട് പ്രഖ്യാപനത്തിന് പിന്നാലെയാണ് CPM ഇത്തരമൊരു നിലപാടെടുക്കുന്നത്. മുഖ്യമന്ത്രിക്കും പിന്നാലെ CPM നേതൃത്വവും തള്ളിപ്പറഞ്ഞതോടെ PV അൻവറിന്റെ ഇടതുമുന്നണിയിലെ ഭാവി എന്താണെന്നത് ഇനി നിർണായകമാണ്. അൻവറിന്റെ തുടർ നീക്കങ്ങൾക്കും ഇതോടെ ഏറെ പ്രസക്തി വർദ്ധിക്കുകയാണ്. അൻവറിനെ സ്വാഗതം ചെയ്ത് നിലമ്പൂരിലെ മുസ്ലിം ലീഗ് നേതൃത്വം രംഗത്ത് വന്നെങ്കിലും ഇത് അതേപടി അംഗീകരിക്കാൻ PK കുഞ്ഞാലിക്കുട്ടി തയ്യാറായിട്ടില്ല. എന്നാൽ അൻവറിന്റെ ആക്ഷേപങ്ങളോട് ചേർന്ന് നിൽക്കുന്ന നിലപാട് തന്നെയാണ് PK കുഞ്ഞാലിക്കുട്ടിയും സ്വീകരിച്ചത് എന്നത് ശ്രദ്ധേയമാണ്. PK കുഞ്ഞാലിക്കുട്ടിയുടെ നിലപാടോടുകൂടി ലീഗിന്റെ മണ്ഡലം പ്രസിഡന്റ് ഇക്ബാൽ മുണ്ടേരി FB പോസ്റ്റിൽ നിന്ന് പിന്നീട് പിന്നോട്ട് പോയി. PV അൻവർ MLA ഉന്നയിച്ച ആരോപണങ്ങളും ആക്ഷേപങ്ങളും തള്ളിക്കളഞ്ഞ് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ വളരെ വിശദമായി വാർത്താ സമ്മേളനം നടത്തിയപ്പോൾ തന്നെ PV അൻവറിന്റെ ഇടതുമുന്നണിയിലെ ഭാവി ആശങ്കയിലാകുന്നു എന്ന സൂചനകൾ പുറത്തു വന്നിരുന്നു. ശേഷം വൈകുന്നേരം മുഖ്യമന്ത്രിയെ ചിലർ തെറ്റിദ്ധരിപ്പിക്കുകയാണ്, തന്റെ നിലപാടിൽ താൻ ഉറച്ചു നിൽക്കുന്നു എന്ന് വളരെ വ്യക്തമായി വിശദമായി പറഞ്ഞ PV അൻവർ P ശശിയെ കടന്നാക്രമിക്കുകയും ചെയ്തു. പാർട്ടിയിലെ വലിയൊരു വിഭാഗം തനിക്കൊപ്പമുണ്ടെന്നും പാർട്ടിക്ക് പലതവണ പരാതി പറഞ്ഞിട്ട് കാര്യമില്ലാത്തതുകൊണ്ടാണ് ഇതെല്ലാം മാധ്യമങ്ങളോട് പറയേണ്ടി വന്നതെന്നും PV അൻവർ ആവർത്തിച്ചു. മാത്രമല്ല, താൻ പോരാട്ടം തുടരുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. പക്ഷേ ഇപ്പോൾ ഈ ഒരു സംഭവവികാസങ്ങൾക്ക് ശേഷം പാർട്ടിയിൽ നിന്നും PV അൻവറിന് എത്രമാത്രം പിന്തുണ കിട്ടുമെന്ന ചോദ്യമാണ് ഉയരുന്നത്. മലപ്പുറത്തെ നേതാക്കൾ തന്നെ ഇക്കാര്യത്തിൽ ഇനി പാർട്ടി അൻവറിന്റെ കൂടെ പഴയ പോലെ ഉണ്ടാകുമോ എന്ന് ഉറപ്പ് പറയാനാകില്ല എന്ന തരത്തിലാണ് പ്രതികരിക്കുന്നത്. പരസ്യമായി മാധ്യമങ്ങൾ പ്രതികരിച്ചില്ലെങ്കിൽ പോലും ഇതാദ്യമായിട്ടല്ല UDF നിന്ന് വന്ന ഒരു നേതാവ് ഇടതുപക്ഷത്തിന്റെ MLA ആകുന്നതും പിന്നീട് അഭിപ്രായ വ്യത്യാസങ്ങൾ കാരണം പുറത്തു പോകുന്നതും. മഞ്ഞളാംകുഴി അലിയൊക്കെ ഉദാഹരണം കാണിച്ച് പല നേതാക്കളും ഇത്തരത്തിലുള്ള അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടും അൻവറിന് നിലവിലെ നിലപാടിൽ, അതായത് മുഖ്യമന്ത്രിയെയും ആഭ്യന്തര വകുപ്പിനെയും പാർട്ടിയും ഒക്കെ പ്രതിക്കൂട്ടിലാക്കി അല്ലെങ്കിൽ കുറ്റപ്പെടുത്തി മുന്നോട്ട് പോവുകയാണെങ്കിൽ ഒരുപക്ഷെ പാർട്ടിയുടെ പിന്തുണ ഉണ്ടാകില്ല എന്ന സാഹചര്യത്തിലേക്ക് തന്നെയാണ് നീങ്ങുന്നത്. പക്ഷേ പാർട്ടിയിലെ വലിയൊരു വിഭാഗം തനിക്കൊപ്പം ഉണ്ടാകും, ജനങ്ങളാണ് പാർട്ടി എന്ന് അൻവർ ആവർത്തിക്കുമ്പോൾ നിലമ്പൂർ മേഖലയിലും അതുപോലെ തന്നെ മലപ്പുറത്തിൻ്റെ മറ്റു മണ്ഡലങ്ങളിലും ഇതിൻ്റെ സ്വാധീനം ഉണ്ടാകുമോ എന്നൊക്കെ കണ്ടു തന്നെ അറിയേണ്ടതാണ്. പക്ഷേ അൻവറിൻ്റെ കാര്യത്തിൽ പാർട്ടി ഒരു നിലപാട് സ്വീകരിച്ചാൽ അതുവരെ അൻവറിൻ്റെ ഒപ്പമുണ്ടായിരുന്നവർ പാർട്ടിയെ അനുസരിക്കുമെന്ന പ്രതീക്ഷയാണ് നേതൃത്വത്തിന് ഉള്ളത്. അതേസമയം തന്നെ ഈ വിഷയത്തിൽ മറുചേരിയിലുണ്ടായിരുന്ന UDF-ലുള്ളവർ തന്നെ അൻവറിന്റെ നിലപാട്, അൻവർ സ്വീകരിച്ച വിഷയങ്ങളോടുള്ള ഐക്യം അവർ പ്രകടിപ്പിക്കുന്നുണ്ട്. PK കുഞ്ഞാലിക്കുട്ടി തന്നെ അൻവർ പറഞ്ഞ കാര്യങ്ങൾ ഗൗരവത്തിൽ എടുക്കണം, അത് UDF ഏറ്റെടുക്കുമെന്ന് ഇന്ന് മാധ്യമങ്ങളോട് പറയുന്ന ഒരു സാഹചര്യമുണ്ടായി. അതേസമയം നിലമ്പൂർ മുസ്ലിം ലീഗിന്റെ നിലമ്പൂർ മണ്ഡലം പ്രസിഡന്റായിട്ടുള്ള ഇക്ബാൽ മുണ്ടേരി അദ്ദേഹം അൻവറിനെ സ്വാഗതം ചെയ്യുന്ന തരത്തിൽ ഫേസ്ബുക്കിലിട്ട ഒരു കുറിപ്പിനെ കുറിച്ച് തനിക്ക് അറിയുകയില്ല എന്നും അൻവറിനെ പാർട്ടിയിലെ എടുക്കുന്ന കാര്യത്തെക്കുറിച്ചൊന്നും താനിപ്പോൾ അഭിപ്രായം പറയുന്നില്ല എന്നും PK കുഞ്ഞാലിക്കുട്ടി വ്യക്തമാക്കി. അൻവറിനെ നിലമ്പൂർ മണ്ഡലം പ്രസിഡന്റ് സ്വാഗതം ചെയ്യുകയാണ്, ഒരുമിച്ച് പോരാടാം എന്നുള്ളതാണ് ഫേസ്ബുക്ക് പോസ്റ്റ്. നിലമ്പൂർ ഇക്ബാൽ മുണ്ടേരി. ഞങ്ങളാരും വന്നിട്ടില്ല, ഞാൻ കണ്ടിട്ടില്ല. അറിയില്ല, നിങ്ങൾ പറഞ്ഞിട്ട് അതിന് ഞാൻ പറയുമ്പോ അതിന്റെ മാനം അങ്ങനെ വല്ല നീക്കമുണ്ടോ? അങ്ങനെ ഏതെങ്കിലും രീതിയിൽ അപ്രസക്തമായ ചോദ്യങ്ങളെ നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് മറുപടി പറഞ്ഞ അതിന്റെ മാനം മാറ്റാണ് നിങ്ങളുടെ ഉദ്ദേശം നിലമ്പൂർ മണ്ഡലം പ്രസിഡന്റ് ഇട്ടത്, അതുകൊണ്ടാണ് ഞാൻ കണ്ടത്. അതേസമയം ഈ ഒരു പോസ്റ്റിനെ കുറിച്ച് PMA സലാമും ഫേസ്ബുക്കിൽ ഇപ്രകാരം കുറിച്ചു. ഇത് അൻവറിനെ ക്ഷണിച്ചതായിട്ട് വ്യാഖ്യാനിക്കുന്നത് ശരിയല്ല, അത് അത്തരത്തിലുള്ള ഒരു പോസ്റ്റല്ല. ഒരുമിച്ച് നിൽക്കാം, UDF-ന്റെയും മുസ്ലിം ലീഗിന്റെയും നിലപാടാണ് സത്യമെന്ന് തിരിച്ചറിഞ്ഞ് അൻവറിന് ആ നിലപാടിനൊപ്പം നിൽക്കേണ്ടി വരുമെന്ന് പറഞ്ഞാൽ അതിനെ ലീഗിനെ സ്വാഗതം ചെയ്യൽ ആയി വ്യാഖ്യാനിക്കാനാകില്ല.
അതുകൊണ്ട് തന്നെ അത്തരത്തിൽ മുസ്ലിം ലീഗ് അൻവറിനെ സ്വാഗതം ചെയ്തിട്ടില്ല എന്ന് PMA സലാമും ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തു തന്നെയാണെങ്കിലും അൻവറിനെ ഇടതുപക്ഷം തള്ളിപ്പറയുന്ന ഒരു ഘട്ടം വരുമ്പോൾ അതേ സമയത്ത് തന്നെ അൻവർ പറഞ്ഞ കാര്യങ്ങൾ ഗൗരവത്തിലെടുക്കണമെന്ന് മുസ്ലിം ലീഗ് ആവർത്തിക്കുന്നു. പക്ഷേ അൻവറിനെ പാർട്ടിയിലേക്കോ മുന്നണിയിലേക്കോ ക്ഷണിക്കുന്നതിനെക്കുറിച്ച് ഇപ്പോൾ ഞങ്ങൾ ചർച്ച ചെയ്യാനില്ല എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും മലപ്പുറത്ത് രാഷ്ട്രീയമായിട്ടുള്ള ഒരുപാട് മാറ്റങ്ങൾ ഈ വരും ദിവസങ്ങളിൽ ഉണ്ടാകും. എന്താണെങ്കിലും അൻവറിൻ്റെ ഇനിയുള്ള നിലപാട് എന്താകുമെന്നാണ് അറിയേണ്ടത്. കഴിഞ്ഞ ദിവസം തൻ്റെ നിലപാടുമായി മുന്നോട്ട് പോകും, പോരാട്ടവുമായി മുന്നോട്ട് പോകുമെന്ന് അൻവർ വ്യക്തമാക്കിയതാണ്. ഇതിനി എത്രമാത്രം പിന്തുണ പാർട്ടിയിൽ നിന്ന് ലഭിക്കുമെന്നാണ് അറിയേണ്ടത്. ഒപ്പം തന്നെ ഇപ്പോൾ തന്നെ പാർട്ടിയിലെ മുതിർന്ന നേതാക്കൾ, ഇടതുപക്ഷ നേതാക്കളൊക്കെ അൻവറിനെ കുറ്റപ്പെടുത്തിയും ഒക്കെ ഫേസ്ബുക്ക് പോസ്റ്റും പ്രസ്താവനകൾക്കുമായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും വരും ദിവസങ്ങളിൽ ഏതെല്ലാം നേതാക്കൾ ഇതിനോട് എങ്ങനെയെല്ലാം പ്രതികരിക്കുമെന്നും കണ്ടറിയേണ്ടതാണ്. പാർട്ടിയിലെ ഒരു വിഭാഗം അൻവറിനൊപ്പം നിൽക്കുമോ അതോ അൻവറിന് ഇടതുമുന്നണിയിൽ നിന്നും പുറത്തു പോകേണ്ടി വരുമോ എന്നുള്ളതാണ് ഇനി കണ്ടറിയേണ്ടത്. അങ്ങനെയാണെങ്കിൽ തന്നെ അൻവറിന് സ്വതന്ത്രനായി ഒറ്റയ്ക്ക് എത്ര കാലം നിൽക്കാൻ കഴിയും? അൻവറിനെ UDFന്റെ ഭാഗത്തു നിന്നുള്ള പിന്തുണയുണ്ടാകുമോ? എന്താണെങ്കിലും രാഷ്ട്രീയ കേരളം വലിയ ചോദ്യങ്ങൾക്കാണ് ഉത്തരം ലഭിക്കാനായി കാത്തിരിക്കുന്നത്. മലപ്പുറത്തു നിന്നും CB അനുമോദ്, ന്യൂസ് 18. അങ്ങനെ നിർണായക പ്രാധാന്യമുള്ള രാഷ്ട്രീയ നീക്കങ്ങൾ മലപ്പുറത്ത് നിന്നും നമുക്ക് പ്രതീക്ഷിക്കണം. അത്തരം നീക്കങ്ങളുടെ സാധ്യത അവിടെ നിന്ന് ഉയരുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും അൻവറിന്റെ തുടർ നീക്കം പ്രസക്തമാണ്. തന്നെ ചവിട്ടി പുറത്താക്കിയാൽ താൻ അടുത്ത നിലപാട് സ്വീകരിക്കുമെന്ന സൂചന ഇന്നലെ തന്നെ അൻവർ പങ്കുവെച്ചു കഴിഞ്ഞു. എന്തായാലും ലീഗിന്റെ അടക്കമുള്ള തുടർ നീക്കങ്ങൾ പ്രസക്തമാണ്. പക്ഷേ കോൺഗ്രസ് ആവർത്തിക്കുകയാണ് PV അൻവറിനെ തങ്ങൾക്ക് താല്പര്യമില്ല എന്ന നിലപാട്. PV അൻവറിനെതിരെ K സുധാകരൻ രംഗത്ത് വരികയാണ്. അൻവർ മുഖ്യമന്ത്രിയെ ഭീഷണിപ്പെടുത്തി നാണവും മാനവും ഉണ്ടെങ്കിൽ PV അൻവറിനെ LDF പുറത്താക്കിയേനെ. അൻവറിനെ പുറത്താക്കിയാൽ എല്ലാം പുറത്തു വരും. എല്ലാം ഒളിപ്പിക്കാൻ മുഖ്യമന്ത്രി തന്നെ ഇറങ്ങി തിരിച്ചിരിക്കുന്നുവെന്നും പിണറായി വിജയന് ഇരട്ട മുഖമെന്നും K സുധാകരൻ പറഞ്ഞു. അതാണ് ഇന്ന് ഈ വിഷയവും ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന പ്രധാനപ്പെട്ട രാഷ്ട്രീയ നീക്കങ്ങൾ. വരുന്ന മണിക്കൂറുകളിലും നമുക്ക് തുടർ പ്രതികരണങ്ങൾ പ്രതീക്ഷിക്കേണ്ടതുണ്ട്. ഇന്ന് നടക്കുന്ന മറ്റൊരു പ്രധാന വാർത്ത ഷിരൂരിലാണ്. കർണാടകയിലെ ഷിരൂരിൽ ഇന്ന് നടത്തിയ തിരച്ചിൽ അർജുന്റെ ലോറിയുടെ കാര്യമായ വസ്തുക്കളൊന്നും കണ്ടെത്താൻ ആയിട്ടില്ല. ഗംഗാവലി പുഴയിൽ മുങ്ങൽ വിദഗ്ധൻ ഈശ്വർ മൽപെ നടത്തിയ തെരച്ചിലിൽ അർജുന്റെ ലോറിയിലെ തടിക്കഷ്ണങ്ങളും ഒരു സ്കൂട്ടറും കണ്ടെത്തി. ഡ്രഡ്ജർ ഉപയോഗിച്ച് നടത്തിയ പരിശോധനയിൽ മറ്റൊരു ലോറിയുടെ എഞ്ചിനും കണ്ടെടുത്തിട്ടുണ്ട്. എല്ലാവർക്കും ഇപ്പോഴാണ് ഈ നിർദ്ദേശങ്ങളൊക്കെ കൊടുക്കുന്നത്. ഇവരാണല്ലോ ഇപ്പോൾ ഇത് ചെയ്യുന്ന ആൾക്കാർ. ഇത് ആരും പറഞ്ഞു കൊടുക്കാൻ പോലും ഇവിടെ ഇല്ലേനും. ഇപ്പം നമ്മൾ പറഞ്ഞു കൊടുത്തപ്പോഴാണ് ഇപ്പം എന്താവുന്നത്. അല്ല, നമ്മൾ അവിടെ 4 കയറുണ്ടല്ലോ, അവിടെ ഒന്ന് പരിശോധിക്കണമല്ലോ. മെയിൻ ആ 4 കയറും കൂടി കൂട്ടിക്കെട്ടിയതാണ് ഇപ്പം ആ ബോയ. ഈ 4 കയറിന്റെ എഡ്ജ് പിടിച്ച് അടിയിലേക്ക് പോകുമ്പോൾ ഇവർക്ക് കാണാൻ കഴിയുന്നത് കല്ലും മണ്ണുമാണ്. അതിന്റെ അടിയിലേക്ക് കയറുണ്ട്. അപ്പൊ അത് മാന്തണം, മണ്ണ് നീക്കം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലോറിക്ക് അതെ അങ്ങനെ എത്താൻ പറ്റും. നമ്മുടെ ലോറിയുടെ ഒരു അടയാളം വെള്ള കളർ ഭാരത് ബെൻസ്. അതിന്റെ അടിയിൽ നമ്മൾ പുതുതായിട്ട് പെയിന്റ് ചെയ്ത ബ്ലാക്ക് കളർ പെയിന്റാ. അത് ഇവർക്ക് അടയാളങ്ങൾ കൃത്യമായി പറഞ്ഞു കൊടുക്കും. അതെ നിങ്ങളിപ്പോ കാണുന്ന ഒക്കെ റെഡ് കളർ അല്ലേ? നമ്മളെ വണ്ടിയല്ലല്ലോ. നമ്മളെ വണ്ടി വേഗം കണ്ടാൽ നമ്മുടെ വണ്ടിയുടെ കയറും അതുപോലെ തന്നെ തടിക്കഷ്ണവും ആ വാട്ടർ ഒരു വസ്തുവും ഇത്രയും സാധനങ്ങൾ ജാക്കി. പിന്നെ മരങ്ങൾ ഇപ്പോൾ അത് അവിടെ നിന്ന് കിട്ടാൻ തുടങ്ങി. നമ്മളിപ്പോൾ മരങ്ങളൊക്കെ അവിടെ കയറ്റിയിട്ടുണ്ട്, മരങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. മരം ചിലപ്പോൾ ഒഴുകിയിട്ട് അവിടെ പോയി ആയതാണോ എന്നുള്ളത് പറയാൻ പറ്റൂല. പിന്നെ വണ്ടി ഇവിടെ ആണ് ചെക്ക് ചെയ്യേണ്ടത്. വലിയ ദൂരമല്ല, നമുക്ക് പെട്ടെന്ന് തന്നെ ലോറിയിലേക്ക് എത്താൻ കഴിയുന്ന പ്രതീക്ഷ. തീർച്ചയായിട്ടും പണി എന്താന്ന് അങ്ങനെ സ്ലോയിലാ പണി നടക്കുന്നത് എന്നുള്ള ഒരു ഇത്. നിലവിലൊരു മഴയുണ്ട്, അത് ഏതെങ്കിലും തരത്തിൽ ഇല്ല, ഈ മഴ ഒരു തരത്തിലും ബാധിക്കില്ല. ഗംഗാവലി പുഴയിൽ ഇന്ന് ഡ്രഡ്ജർ ഉപയോഗിച്ച് നടത്തിയ പരിശോധനയിൽ അർജുന്റെ ലോറിയുടെ കാര്യമായ വസ്തുക്കൾ ഒന്നും തന്നെ ലഭിച്ചിട്ടില്ല. ആകെ ലഭിച്ചത് ഒരു എഞ്ചിൻ ഭാഗമാണ്. അത് ഇന്നലെ ലഭിച്ച ആ ലോറിയുടെ ഭാഗങ്ങൾ ലഭിച്ച ആ ലോറിയുടേതാണെന്ന ആ ഒരു സ്ഥിരീകരണമാണ് പിന്നീടുണ്ടായത്. ലോറി ഉടമ മനാഫാണ് ഈ കാര്യത്തിൽ സ്ഥിരീകരണം നൽകിയത്. ഇത് അർജുന്റെ വാഹനത്തിന്റെ എഞ്ചിനല്ല, മറ്റൊരു വാഹനത്തിന്റെ, അതായത് ഇന്നലെ കണ്ടെത്തിയ ആ ഭാഗങ്ങളായി കണ്ടെത്തിയ ആ വാഹനത്തിന്റെ എന്ന് ലോറി ഉടമ മനാഫ്
സ്ഥിരീകരിക്കുകയാണ് ഉണ്ടായത്. ഡ്രഡ്ജർ ഉപയോഗിച്ച് നേരത്തെ റഡാർ പരിശോധനയിലും അതുപോലെ തന്നെ സോണാർ പരിശോധനയിലും കണ്ടെത്തിയ ആ ഭാഗങ്ങളിൽ തന്നെയാണ് ഇപ്പോഴും ഈ തെരച്ചിൽ നടക്കുന്നത്. പ്രധാനമായും ഈ ഭാഗങ്ങളിലെ മണ്ണാണ് ഇപ്പോൾ നീക്കുന്ന പ്രവൃത്തി നടക്കുന്നത്. മണ്ണ് നീക്കിയതിനു ശേഷം ഈ ലോറി ഈ മണ്ണിന്റെ അടിയിൽ ഉണ്ടോ എന്ന കാര്യം കണ്ടെത്തണം. അതാണ് പ്രധാനമായും ഇപ്പോൾ ഈ ദൌത്യ സംഘം അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായാണ് മുന്നോട്ട് പോകുന്നത്. എന്തായാലും അർജുന്റെ ലോറിക്കരികിലേക്ക് വളരെ പെട്ടെന്ന് തന്നെ എത്താൻ കഴിയുന്ന ഒരു പ്രതീക്ഷ തന്നെയാണ് ദൌത്യ സംഘം വെച്ചു പുലർത്തുന്നത്. അതോടൊപ്പം തന്നെ കുടുംബവും ആവശ്യപ്പെടുന്നത് ആ സ്ഥലത്ത്, അതായത് സോണാർ പരിശോധനയിൽ ലോറിയുടെ ലോഹഭാഗങ്ങൾ കണ്ടെത്തിയ വലിയ ലോഹഭാഗങ്ങൾ കണ്ടെത്തിയ ആ പ്രദേശം, അവിടെ ലോറി ഉണ്ടാകുമെന്ന ഒരു പ്രതീക്ഷ തന്നെയാണ് കുടുംബവും പങ്കുവെക്കുന്നത്. ഏതായാലും വലിയ തോതിൽ ഈ ലോറിക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ടാകാൻ സാധ്യതയില്ല എന്ന് തന്നെയാണ് വിദഗ്ധർ ഒക്കെ പറയുന്നത്. ദൌത്യ സംഘവും അത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കുടുംബവും അത്തരത്തിലുള്ള ഒരു പ്രതികരണം തന്നെയാണ് നടത്തുന്നത്. എന്തായാലും നിർണായകമായ ഘട്ടത്തിലേക്ക് ശിരൂർ ദൌത്യം പോകുന്നു. അതിന്റെ അവസാന ഘട്ടമാണ് ഇപ്പോൾ നടക്കുന്നത്. ഈ തെരച്ചിലിൽ ഏതെങ്കിലും തരത്തിൽ ലോറി കണ്ടെത്താൻ കഴിയുമോ എന്ന ഒരു തീവ്ര ശ്രമമാണ് നടക്കുന്നത്. ഈ ഡ്രഡ്ജർ കമ്പനിയുമായി 3 ദിവസത്തെ കരാറാണ് നിലവിലുള്ളത്. അത് 10 ദിവസം വരെ നീട്ടിയേക്കാം. ഇന്ന് 2ാം ദിനത്തിൽ കാര്യമായ വസ്തുക്കൾ ഒന്നും തന്നെ ലഭിച്ചിട്ടില്ല എന്നത് ഏറെ നിരാശ പകരുന്നുണ്ട്. അപ്പോഴും ഈശ്വർ മൽപ്പ ഉൾപ്പെടെയുള്ള ഒരു സംഘം ഇതിന് സമീപത്തായുള്ള പ്രദേശത്ത് കൂടുതൽ ആഴങ്ങളിലെത്തി പരിശോധന തെരച്ചിൽ നടത്തുന്നുണ്ട്. ഏതായാലും കാര്യമായ വസ്തുക്കൾ ഈശ്വർ മൽപ്പയ്ക്കും ലഭിച്ചിട്ടില്ല. ഒരു തടിക്കഷ്ണം മാത്രമാണ് ഇന്ന് ഈ ലോറിയുടെ അർജുൻ ഉപയോഗിച്ച ലോറിയുടെ ആ വാഹനത്തിലുള്ള തടിക്കഷ്ണം മാത്രമാണ് ഇന്ന് ലഭിച്ചത്. ആ ഭാഗങ്ങളിലും കൂടുതൽ പരിശോധന നടക്കുന്നുണ്ട്. ഏതായാലും ഒരുപാട് വസ്തുക്കൾ ഈ പുഴയുടെ അടിത്തട്ടിൽ ഉണ്ട് എന്ന് തന്നെയാണ് ഈശ്വർ മൽപ്പയും പറയുന്നത്. വിശദമായ ഒരു തെരച്ചിൽ ഈ ഭാഗത്ത് നടക്കേണ്ടി വരും. ഏതായാലും കാലാവസ്ഥ വലിയ തോതിൽ പ്രതികൂലമല്ല. ചെറിയ മഴ അല്പസമയം മുമ്പ് വരെ ഇന്ന് ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ തെളിഞ്ഞ കാലാവസ്ഥ തന്നെയാണ്. ഏതെങ്കിലും തരത്തിൽ ഈ കാലാവസ്ഥ തെരച്ചിലിനെ ബാധിക്കില്ല എന്ന് തന്നെയാണ് ദൌത്യ സംഘം പറയുന്നത്. തിരച്ചിൽ തുടരും. ഇന്ന് 10 മണിക്കൂർ, അതായത് 8 മണി മുതൽ വൈകിട്ട് 6 മണി വരെയാണ് തിരച്ചിൽ നടത്തുക. 10 മണിക്കൂർ ഈ തരത്തിൽ നടത്തും. ഇന്ന് 9 മണിയോടുകൂടിയാണ് രാവിലെ ഡ്രഡ്ജർ പ്രവർത്തിച്ചു തുടങ്ങിയത്. അപ്പോൾ തന്നെ രാവിലെ തന്നെയാണ് ഇത്തരത്തിലൊരു ടാങ്ക് പോലെ ഒരു വസ്തുവിൽ ഈ ഡ്രഡ്ജറിന്റെ യന്ത്രക്കൈ ഇത്തരത്തിൽ കൊളുത്തുന്ന സംഭവം ഉണ്ടായത്. അതിനുശേഷം അത് പുറത്തേക്ക് എടുക്കുകയും അതൊരു എഞ്ചിനാണെന്നും അത് അർജുന്റെ ലോറിയുടേതല്ലെന്നും സ്ഥിരീകരണം അല്ല എന്ന ഒരു സ്ഥിരീകരണവും വരികയായിരുന്നു. എന്തായാലും പ്രതീക്ഷയോടെ തന്നെ ഇപ്പോഴും തെരച്ചിൽ തുടരുന്നു. നാളെ കൂടി വളരെ നിർണായകമാണ്. നാളെ വൈകുന്നേരത്തോടുകൂടി ഈ തെരച്ചിൽ ഇതിന്റെ കാലാവധി തരും. അതിനി നീട്ടി നൽകുമോ, 10 ദിവസത്തേക്ക് തെരച്ചിൽ തുടരുമോ എന്നൊക്കെ ഇനി അറിയേണ്ടതുണ്ട്. എന്തായാലും ജില്ലാ ഭരണകൂടം നേരിട്ട് ഇടപെട്ടുകൊണ്ടാണ് ഇപ്പോൾ ഈ തെരച്ചിലിന് നേതൃത്വം നൽകുന്നത്. നേവി സംഘം ഇന്നില്ല. അതുപോലെ തന്നെ SDRF, NDRFന്റെ സംഘം ഇവിടെയുണ്ട്. പ്രധാനമായും ഡ്രഡ്ജർ ഉപയോഗിച്ച് മണ്ണ് നീക്കുന്ന ആ പ്രവൃത്തികളാണ് നടക്കുന്നത്. മണ്ണ് നീക്കിയതിനു ശേഷം ലോറിക്കരികിലേക്ക് എത്താൻ സാധിക്കും. ആ കൃത്യമായി സിഗ്നൽ ലഭിച്ച ആ സ്ഥലത്ത് ലോറിക്കരികിലേക്ക് എത്താൻ കഴിയും എന്ന ഒരു പ്രതീക്ഷ തന്നെയാണ്. ആ ഭാഗങ്ങൾ കേന്ദ്രീകരിച്ച് തന്നെയാണ് ഇപ്പോഴും തെരച്ചിൽ നടത്തുന്നത്. കുടുംബവും ആവശ്യപ്പെടുന്നത് തന്നെയാണ്. ആ പ്രദേശം കേന്ദ്രീകരിച്ച് ഇത്തരത്തിൽ തെരച്ചിൽ നടത്തണമെന്നൊരു അഭ്യർത്ഥന കുടുംബം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതും കൂടെ മാനിച്ചാണ്, കുടുംബത്തിന്റെയും കൂടെ ആ ആവശ്യപ്രകാരമാണ് ആ പ്രദേശം കേന്ദ്രീകരിച്ച് ഇത്തരത്തിൽ തെരച്ചിൽ നടത്തുന്നത്. എന്തായാലും മണ്ണ് നീക്കം ചെയ്തതിനു ശേഷം ലോറിക്കരികിലേക്ക് എത്താൻ സാധിക്കും. വലിയ കേടുപാടുകൾ സംഭവിക്കാതെ ലോറി അവിടെ തന്നെ ഉണ്ടാകും. അതിന്റെ ക്യാബിനിലേക്ക് എത്തിയാൽ ക്യാബിനിൽ അർജുനുണ്ടോ എന്ന് കണ്ടെത്തേണ്ടതുണ്ട്. അത് തന്നെയാണ് ഏറ്റവും നിർണായകം. ഓരോ നിമിഷവും പല വസ്തുക്കളും ലഭിക്കുന്നുണ്ടെങ്കിലും അർജുന്റെ വാഹനത്തിന്റെ കാര്യമായ സൂചനകളൊന്നും തന്നെ ലഭിച്ചിട്ടില്ല എന്നത് നിരാശ പകരുമ്പോഴും പ്രതീക്ഷകൾ ഏറെയാണ്. ഈ പ്രദേശത്ത് ഈ നേവിയുടെ ആ സോണാർ പരിശോധനയിൽ കണ്ടെത്തിയ ആ സ്ഥലത്ത് ആ തെരച്ചിൽ തന്നെയാണ് ഏറ്റവും പ്രധാനം. അവിടെ ഏത് സമയത്തും ഒരുപക്ഷെ അർജുന്റെ ലോറിക്കരികിലേക്ക് എത്താൻ സാധിച്ചേക്കാം. വെള്ള ഭാരത് ബെൻസ്, ആ ഭാരത് ബെൻസ് ആണ് കണ്ടെത്തേണ്ടത്. ആ അടയാളമൊക്കെ അവർ ലോറി ഉടമ ഉൾപ്പെടെയുള്ളവർ ഇപ്പോൾ ഡ്രഡ്ജിംഗ് കമ്പനി അധികൃതർക്ക് കൈമാറിയിട്ടുണ്ട്. നിലവിൽ ചുവപ്പ് നിറമുള്ള ആ ടയറും അതുപോലെ തന്നെ എഞ്ചിനുമാണ് ലഭിച്ചത്. അതേതായാലും അർജുന്റേതല്ല. ഒരു വലിയ പ്രതീക്ഷ ആ സമയത്ത് ഉണ്ടായിരുന്നെങ്കിലും അത് അർജുന്റേതല്ല. കൃത്യമായ മണ്ണ് നീക്കിയതിനു ശേഷം ലോറി കേടുപാട് കൂടാതെ മണ്ണിനിടയിൽ പൂണ്ട് കിടക്കുന്നുണ്ടാവും. അത് ലക്ഷ്മണന്റെ ചായക്കടയാണ്. ആ ചായക്കടയുടെ തൊട്ട് പിറകിലായാണ് ഇപ്പോൾ ആ തെരച്ചിൽ നടത്തുന്നത്. നമുക്ക് ദൃശ്യങ്ങൾ തന്നെ കാണാം. ആ സ്ഥലത്ത് കേന്ദ്രീകരിച്ച് കൂടുതൽ ഇത്തരത്തിൽ മണ്ണ് ചെളിയും നീക്കുന്നതോടുകൂടി ലോറിക്കരികിലേക്ക് എത്താൻ സാധിക്കും. ആ വെള്ള ഭാരത് ബെൻസിലേക്ക് എത്താൻ സാധിക്കും. ആ ക്യാബിനിലേക്ക് എത്താൻ സാധിക്കും എന്ന പ്രതീക്ഷ തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. ഏതായാലും ശിരൂരിൽ ഗംഗാവലിപ്പുഴ, അതിന്റെ നിഗൂഢത, ഒരുപാട് രഹസ്യങ്ങൾ അതിന്റെ അടിത്തട്ടിൽ ഉണ്ട് എന്ന് തന്നെയാണ് ഈശ്വർ മൽപ്പ ഉൾപ്പെടെ സാക്ഷ്യപ്പെടുത്തുന്നത്. ഓരോ തവണ ആഴങ്ങളിലേക്ക് പോകുമ്പോഴും പല വസ്തുക്കൾ, നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു സ്കൂട്ടർ ഇതിനടിയിൽ നിന്നും ലഭിച്ചിട്ടുണ്ട്. അത് കയറുപയോഗിച്ച് ഈശ്വർ മൽപ്പ അത് കെട്ടിവെച്ച നിലയിലാണ് ഇപ്പോൾ ഉള്ളത്. പുറത്തേക്ക് എടുത്തിട്ടില്ല ഇതുവരെ. അത്തരത്തിൽ ഒരുപാട് വസ്തുക്കൾ ഈ പുഴയുടെ അടിത്തട്ടിലുണ്ട്. ആ ആഴങ്ങളിലേക്ക് പോകുമ്പോൾ എത്രത്തോളം വലിയ അപകടമാണ് ഇവിടെ നടന്നതിന്റെ അതിന്റെ സൂചനകളാണ് ഇത് നൽകുന്നത്. എന്തായാലും ഈ മണ്ണിടിച്ചിലിൽ 11 പേരാണ് ഇത്തരത്തിൽ കാണാതെ
അതായത് അതിൽ 8 പേരുടെ മൃതദേഹം മാത്രമാണ് ലഭിച്ചത്. ഇനി 3 പേരെ കണ്ടെത്താനുണ്ട്. ലോകേഷിനെയും ജഗന്നാഥിനെയും അർജുന് പുറമെ കന്നഡികരായ ഇവർ 2 പേരെയും കൂടി കണ്ടെത്താനുണ്ട്. ഇവർക്ക് കൂടിയായുള്ള തിരച്ചിലാണ് ഇപ്പോൾ നടക്കുന്നത്. തിരച്ചിൽ ഊർജിതമായി തന്നെ മുന്നോട്ട് പോകും. നാളെ വൈകിട്ട് വരെ നിർണായകം തന്നെയാണ്. ഡ്രഡ്ജർ ഉപയോഗിച്ചുള്ള ആ തെരച്ചിലിന് നാളെ വൈകിട്ട് വരെ ഇപ്പോൾ കരാറുണ്ട്. അതിനുശേഷം കരാർ നീട്ടി കൊടുക്കുമോ അതല്ല ഈ ദൗത്യം ആ 3ാം ഘട്ട ദൗത്യം ഇവിടെ അവസാനിപ്പിക്കുമോ എന്ന് നമുക്ക് നാളെ അറിയാം. ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നും അതിനുള്ള സ്ഥിരീകരണം നൽകേണ്ടതുണ്ട്, അവർ ലഭിക്കേണ്ടതുണ്ട്. എന്തായാലും നമുക്ക് ലഭിക്കുന്ന സൂചനകൾ കുടുംബത്തിന് നൽകിയ ഉറപ്പ് അത് 2 or 3 ദിവസം കൂടി തുടരും എന്ന് തന്നെയാണ്. എന്തായാലും അത് സംബന്ധിച്ച സ്ഥിരീകരണം വരേണ്ടതുണ്ട്. വൈകിട്ടാണ് വാർത്താ സമ്മേളനം ഉണ്ടാകാറുള്ളത്. ജില്ലാ ഭരണകൂടത്തിന്റെ അതായത് കാർബാർ MLA ഉൾപ്പെടെയുള്ള സംഘത്തിന്റെ AK മഷ്റഫ് MLA ഉൾപ്പെടെയുള്ളവർ ഇവിടെ തുടരുന്നുണ്ട്. എന്തായാലും ഏത് സമയത്തും നമുക്ക് ആ പ്രതീക്ഷയുള്ള നമ്മൾ കേരളം മുഴുവൻ കാത്തിരിക്കുന്ന അർജുന് എന്ത് സംഭവിച്ചു എന്ന് അറിയാനുള്ള ആ ആകാംക്ഷ അത് ഏതായാലും ഇപ്പോഴും പ്രാർത്ഥനയോടെ തന്നെ ഇപ്പോഴും കാത്തിരിക്കുന്നുണ്ട്. നമുക്ക് ആ ശുഭവാർത്ത ഉടൻ ഉണ്ടാകുമെന്ന ഒരു പ്രതീക്ഷയും എന്തായാലും കൈവെക്കാം. മണ്ണിടിച്ചിൽ ദുരന്തമുണ്ടായ ഷിരൂരിൽ അപകട സമയത്ത് ഉഗ്രസ്ഫോടനം ഉണ്ടായതായി സംശയിക്കുന്നുവെന്ന് മുങ്ങൽ വിദഗ്ധൻ ഈശ്വർ മൽപേ പറഞ്ഞു. ഗംഗാവാലി പുഴയിൽ നിന്ന് ഇന്നലെ ലഭിച്ച ലോറിയുടെ ഭാഗങ്ങൾ ഇതാണ് സൂചിപ്പിക്കുന്നത്. ഇത് സംബന്ധിച്ച് ഔദ്യോഗികമായി വ്യക്തമാക്കേണ്ടത് ജില്ലാ ഭരണകൂടമാണെന്നും ഈശ്വർ മൽപേ ന്യൂസ് 8 പറയുന്നു. ശിരൂർ ദൌത്യത്തിൽ നിർണായക പങ്ക് വഹിക്കുന്ന ഈശ്വർ മാൽപ്പയാണ് ന്യൂസ് 8 ചേരുന്നത്. എന്തായാലും ഇന്നലെ ഈശ്വർ മാൽപ്പെ നടത്തിയ പ്രയത്നം അത് വലിയ തോതിൽ പ്രതീക്ഷ ഉണ്ടായിരുന്നു. ഏതായാലും ഇന്നും ഈശ്വർ മാൽപ്പെ രംഗത്തിറങ്ങുന്നുണ്ട്. ഏതായാലും ഈശ്വർ മാൽപ്പയോട് തന്നെ ചോദിക്കാം, ഏത് രീതിയിലുള്ള തെരച്ചിലാണ് ഇന്ന് ഉദ്ദേശിക്കുന്നത്? മാൽപ്പെ ഇന്നലെ വലിയ പ്രതീക്ഷ ഉണ്ടായിരുന്നു, ഇന്ന് എന്താണ്, ഏത് രീതിയിലാണ് തെരച്ചിൽ ഉദ്ദേശിക്കുന്നത്? നമസ്കാരം എല്ലാ കേൾക്കാർക്ക് നമസ്കാരം. ഇന്നലെ ഞങ്ങൾ ഇപ്പോൾ വെള്ളത്തിലെ പോയിട്ട് ഒരു 10 മണിക്ക് ഇറങ്ങി. 10 മണിക്ക് ഇറങ്ങിയ സമയത്ത് നമുക്കൊരു നേരത്തെ ഒരു തടി കഷ്ണം കിട്ടി. അത് അക്കേഷിന്റെ ഭാഗം നമുക്ക് കണ്ട്. അതിപ്പോൾ നമ്മ മൂന്നാപ്പിലെ വണ്ടി ബെഞ്ച് വണ്ടിന്റെ ഒരു തടി ഇപ്പോൾ ഒത്തിരി അവിടെ ഇருக்கு. ഇപ്പം ഞങ്ങൾ അതിന് അന്വേഷിക്കും മുന്നാടി നമ്മളവിടെ അർജുന്റെ ബോഡി ജഗന്നാഥിന്റെ ബോഡി പിന്നെ ലൊക്കേഷന്റെ ബോഡി ഞങ്ങൾ തിരച്ചിൽ കൊണ്ടുപോകുന്ന സമയത്തിൽ നമുക്ക് വണ്ടി കിട്ടി. ആ വണ്ടി കിട്ടി, ഒരു വണ്ടി കിട്ടി, പിന്നെ അടുത്ത 2 വണ്ടി കിട്ടി. ഇപ്പോൾ അവിടെ എത്ര വണ്ടിനെ നമുക്കറിയത്തില്ല. ഇപ്പോൾ നാം ഇപ്പോൾ കാലിലെ പോയിട്ട് ഇപ്പോൾ ആ വെള്ളത്തിലെ തിരക്കുന്ന സമയത്തിൽ വെള്ളത്തിലെ നേരത്തെ ഞങ്ങൾ അർജുൻ്റെ സിലിട്ടൺ നോക്കാൻ പോകും. അർജുന് പിന്നെ അവർ 3 ആളുടെ ഇപ്പോൾ 60 ദിവസം ഏത് ആളുടെ മാംസഖണ്ഡങ്ങൾ ഒന്നും ഇരിക്കത്തില്ല. മൊത്തം അവിടെ ഇരിക്കുന്ന അവരുടെ സിലിട്ടൺ അതിപ്പോൾ ഞങ്ങൾ തിരക്കണം പോകും. ഇപ്പോൾ ഈ പുഴയുടെ അടിയിലൊരു അവസ്ഥ, ഇപ്പോൾ തെളിഞ്ഞ വെള്ളമാണല്ലോ, എന്താണ് പുഴയുടെ അടിയിലൊരു അവസ്ഥ? അതിൽ അടിഭാഗത്തിലെ ഒരുപാട് കല്ല് മണ്ണ് ഞാൻ சொல்லிട്ടുണ്ട്. ആ പാറക്കല്ല് പൊട്ടിപ്പോയിട്ടുണ്ട് ഒത്തിരി. ആ കല്ല് ഒത്തിരി അതിന് അടിയിൽ നോക്കണ കൈ ഇട്ടിട്ടേ നോക്കണം എന്നങ്ങൾ. പിന്നെ കൊഞ്ചം ക്ലിയർ ആയിട്ടുണ്ട്. ഇപ്പം അതല്ലാതെ ഇപ്പം നമ്മ ഡ്രഡ്ജർക്കാരൻ്റെ 3 ഡയ്യർ വന്നിട്ടുണ്ട്. അത് വേറെ അവർ നോക്കൂ. നമ്മൾ മെരിഞ്ഞാൽ കയർ കെട്ടിയിട്ടുണ്ടല്ലേ ആ ലൊക്കേഷൻ ഇപ്പോൾ അതിലെ പൊക്കും. ഇപ്പം അതിലെ വണ്ടി ഉണ്ട് നോക്കുന്നു. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം മാൽപ്പ പറഞ്ഞതാണ് 3 അമ്മമാരും അതായത് കുടുംബങ്ങളോടും ഒരു ഉറപ്പ് നൽകിയിട്ടുണ്ട്. അതാണ് മാൽപ്പയുടെ ലക്ഷ്യം. 10 ദിവസം ഇവിടെ ഉണ്ടാകും. അത് തന്നെയല്ലേ നിലപാട്? കണ്ടിപ്പാ ഇപ്പൊ അവിടെ മണ്ണ് മാറ്റാൻ മിനിമം ഒരു 10 നാൾ കണ്ടിപ്പാവും. ആ 10 നാൾ മണ്ണ് എടുത്ത പിന്നെ അടിഭാഗത്തിൽ ഞങ്ങൾ പിന്നെ സ്കൂബഡയാക്കി നോക്കാം എന്ന് പറഞ്ഞ ഏത് ഭാഗത്തിലെ ഒരു പീസ് ഈശ്വർ മൽപ്പയുടെ പ്രതികരണമാണ് നമ്മൾ കേട്ടത്. ഈശ്വർ മൽപ്പയാണ് ഈ വിഷയത്തിൽ അവിടുത്തെ സ്ഫോടന സാധ്യത പങ്കുവച്ചത്. അന്തരിച്ച മുതിർന്ന CPM നേതാവ് MM ലോറൻസിന്റെ മൃതദേഹം നാളെ പൊതുദർശനത്തിന് വയ്ക്കും. CPM എറണാകുളം ജില്ലാ കമ്മിറ്റി ഓഫീസായ ലെനിൻ സെന്ററിലും എറണാകുളം ടൗൺ ഹാളിലുമായിട്ടായിരിക്കും പൊതുദർശനം ക്രമീകരിച്ചിരിക്കുന്നത്. മൃതദേഹം അദ്ദേഹത്തിന്റെ ആഗ്രഹപ്രകാരം കളമശ്ശേരി മെഡിക്കൽ കോളേജിന് കൈമാറും. കഴിഞ്ഞ ദിവസം അന്തരിച്ച MM ലോറൻസിന്റെ മൃതദേഹം ഇപ്പോൾ കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. നാളെയാണ് പൊതുദർശനത്തിനുള്ള ക്രമീകരണങ്ങളെല്ലാം തന്നെ ചെയ്തിരിക്കുന്നത്. നാളെ രാവിലെ 8 മണിയോടുകൂടി ആശുപത്രിയിൽ നിന്നും MM ലോറൻസിൻ്റെ സഹോദരൻ്റെ വസതിയായ കടവന്ത്രയിലെ വസതിയിലേക്ക് കൊണ്ടുവരും. അതിനുശേഷം CPMന്റെ ജില്ലാ ആസ്ഥാനമായ കലൂരിലുള്ള ലെനിൻ സെൻറ്ററിലേക്ക് 8:30 മണിയോടുകൂടി മൃതദേഹം എത്തിക്കും. ഇവിടെ അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട സഖാക്കൾ അന്തിമോപചാരം അർപ്പിക്കാൻ അന്തിമോപചാരം അർപ്പിച്ചതിനു ശേഷം 9 മണിയോടുകൂടി കലൂരിലുള്ള എറണാകുളം നോർത്തിലുള്ള ടൗൺ ഹാളിലേക്ക് മൃതദേഹം എത്തിക്കും. അവിടെയാണ് വിപുലമായ രീതിയിലുള്ള ക്രമീകരണങ്ങൾ പൊതുദർശനത്തിന് വേണ്ടി ഒരുക്കിയിരിക്കുന്നത്. രാവിലെ 9 മണി മുതൽ വൈകിട്ട് 4 വരെയാണ് ഇവിടെ അന്തിമോപചാരം അർപ്പിക്കുന്നതിന് വേണ്ടിയുള്ള സൗകര്യങ്ങൾ ചെയ്തിരിക്കുന്നത്. സുദീർഘമായൊരു കാലയളവ് MM ലോറൻസ് ട്രേഡ് യൂണിയൻ രംഗത്ത്
CITUവിൻ്റെ പല മേഖലകളിലും കേന്ദ്ര കമ്മിറ്റി മുതൽ ഇങ്ങോട്ട് വലിയ മേഖലകളിലെല്ലാം തന്നെ സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിൽ തന്നെ അദ്ദേഹത്തിൻ്റെ ബന്ധങ്ങളുണ്ട്. എല്ലാവരും തന്നെ ഇവിടേക്ക് അന്തിമോപചാരം അർപ്പിക്കുന്നതിന് വേണ്ടി ടൗൺ ഹാളിലേക്ക് എത്തിച്ചേരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ, മറ്റ് മന്ത്രിമാർ, മറ്റ് വിവിധ സംഘടനകളുമെല്ലാം ചേർന്ന് പ്രവർത്തിക്കുന്നവർ എല്ലാവരും ഇവിടെ ആയിരിക്കും അദ്ദേഹത്തിൻ്റെ അന്ത്യാഭിവാദ്യങ്ങൾ നേരുവാൻ എത്തുന്നത് എന്നാണ് പ്രതീക്ഷിക്കുന്നത്. വൈകിട്ട് 4 മണിക്ക് അദ്ദേഹത്തിൻ്റെ തന്നെ അന്ത്യാഭിലാഷ പ്രകാരം അദ്ദേഹത്തിൻ്റെ മൃതദേഹം എറണാകുളം മെഡിക്കൽ കോളേജിന് കൈമാറുകയാണ്. തുടർ വിദ്യാർത്ഥികളുടെ അടക്കമുള്ള തുടർ പഠനങ്ങൾക്കായി തന്നെ ശരീരം ഉപയോഗിക്കണമെന്ന് അദ്ദേഹം നേരത്തെ തന്നെ പറഞ്ഞിരുന്നതാണ്. അതിനനുസരിച്ചുകൊണ്ട് തന്നെ 4 മണിക്ക് മൃതദേഹം മെഡിക്കൽ കോളേജിന് കൈമാറുകയും ചെയ്യും. എന്തായാലും വലിയൊരു കാലയളവ് CITUവിൻ്റെയും CPMൻ്റെയും തന്നെയും മുഖമായിരുന്ന ഒരാൾ കൂടി മറയുകയാണ്. നാളെയാണ് അതിനുവേണ്ടിയുള്ള പൊതുദർശനത്തിന് വേണ്ടിയുള്ള ക്രമീകരണങ്ങളെല്ലാം തന്നെ ചെയ്തിരിക്കുന്നത്. വിശാല മുന്നണിയായ നാഷണൽ പീപ്പിൾസ് പവർ നേതാവ് അനുരാഗ് കുമാര ദിസനായകെ ശ്രീലങ്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ലീഡ് ഉറപ്പിച്ചു. ഇതുവരെ എണ്ണിക്കഴിഞ്ഞ വോട്ടുകളിൽ 40.13% ദിസനായകെ നേടി. പ്രധാന എതിരാളിയായ സജിത് പ്രേമദാസിക്ക് 33.3% വോട്ടുകളാണ് നേടാനായത്. 75-കാരനായ നിലവിലെ പ്രസിഡന്റ് റെനിൽ വിക്രമസിംഗെ 16% വോട്ടുകളോടെ വളരെ പിന്നിലാണ്. ഇന്നലെയാണ് ശ്രീലങ്ക പുതിയ പ്രസിഡന്റിനായി വോട്ട് ചെയ്തത്. മനു ഭരത്ത് ചേരുന്നു. മനു, നമ്മുടെ അയൽ രാജ്യമാണ്, വളരെ പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പിൽ വോട്ട് രേഖപ്പെടുത്തുകയാണ്. എന്താണ് അവിടുത്തെ സാഹചര്യം? ശ്രീലങ്കയിൽ വലിയ രാഷ്ട്രീയ മാറ്റം നടക്കുന്നു. നമുക്ക് അറിയാം, അരുണകുമാര ദിസനായകെ എന്ന് പറയുമ്പോൾ ശ്രീലങ്കയിലെ ഇടതുപക്ഷ നേതാവ്, തികഞ്ഞ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് ആശയങ്ങളിൽ വിശ്വസിക്കുന്ന നേതാവാണ് അരുണകുമാര ദിസനായകെ. അപ്പൊ കമ്മ്യൂണിസ്റ്റ് ഭരണത്തിലേക്ക് ശ്രീലങ്ക നീങ്ങുന്നു എന്ന തരത്തിലേക്കാണ് ഇപ്പോൾ ഫലങ്ങൾ പുറത്തു വരുന്നത്. ലീഡ് ഉറപ്പിച്ചിരിക്കുന്നു. ഇപ്പൊ ഏറ്റവും ഒടുവിലത്തെ ഫലം കൂടി പുറത്തു വരുമ്പോൾ 6 ബില്യൺ വോട്ടുകൾ എണ്ണിക്കഴിയുമ്പോൾ 49% അദ്ദേഹത്തിന് വോട്ടുകൾ കരസ്ഥമാക്കാൻ കഴിഞ്ഞിരിക്കുന്നു എന്നാണ് വിവരം. 2ാം സ്ഥാനത്ത് ഈ പ്രധാന പ്രതിപക്ഷ പാർട്ടി നേതാവ് സജിത് പ്രേമദാസ എത്തിയിരിക്കുന്നു. അദ്ദേഹത്തിന് 29.88% വോട്ടുകൾ മാത്രമേ അദ്ദേഹത്തിന് നേടാൻ കഴിഞ്ഞിട്ടുള്ളൂ. അതേസമയം നിലവിലെ ഇടക്കാല പ്രസിഡന്റ് റെനിൽ വിക്രമസിംഗെ അദ്ദേഹം സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നുണ്ട്. പക്ഷേ അദ്ദേഹത്തിന് കാര്യമായ ഒന്നും തെരഞ്ഞെടുപ്പിൽ പ്രകടനം കാഴ്ചവെക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് വ്യക്തമാക്കുന്നത്. 16% വോട്ടുകൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ മുൻനിരയിൽ അരുണകുമാര ദിസനായകെ JVPയുടെ നേതാവാണ്. അദ്ദേഹം അവിടുത്തെ പോളിറ്റ് ബ്യൂറോ അംഗമായും പാർട്ടി നേതാവായും ഒക്കെ തന്നെ ശ്രദ്ധേയനായ ആളാണ്. സജിത് പ്രേമദാസെ അദ്ദേഹം സമാജി ജനബലവേഗയുടെ നേതാവാണ്. 2ാം സ്ഥാനത്ത് നിൽക്കുന്നു എന്നതാണ് വ്യക്തമാകുന്നത്. അപ്പം ഈ ശ്രീലങ്കയുടെ 10ാമത്തെ പ്രസിഡന്റ് എന്ന സ്ഥാനം തീർച്ചയായും അനുരകുമാര ദിസനായകെ നേടും എന്നാണ് വ്യക്തമാക്കുന്നത്. പക്ഷേ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം സഹിച്ചു ചോദിച്ച ചോദ്യം വളരെ നിർണായകമാണ്. ഒരു കമ്മ്യൂണിസ്റ്റ് പ്രസിഡന്റ് ശ്രീലങ്കയിൽ വരുമ്പോൾ ചൈനയുമായി കൂടുതൽ അടുക്കുമോ എന്ന ആശങ്കയുണ്ട്. പക്ഷെ ഏതായാലും ഇരു രാജ്യങ്ങളോടും തുല്യ അടുപ്പം കാണിക്കും എന്ന് ദിസനായക നേരത്തെ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. പക്ഷേ ചൈനീസ് ബന്ധം ഇന്ത്യയെ ആശങ്കയിലാക്കുന്നു എന്നത് ഒരു വശത്ത് അങ്ങനെ നിൽക്കുകയും ചെയ്യുന്നു. യെസ്, അതാണ് ശ്രീലങ്കയിലെ രാഷ്ട്രീയ മാറ്റം. അത് നിർണായകമാണ്. നിരവധി ആഭ്യന്തര സംഘർഷങ്ങൾക്ക് വേദിയായ ശ്രീലങ്ക പുതിയൊരു തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ, പുതിയ നേതൃത്വം വരുമ്പോൾ ഏതു തരത്തിൽ പ്രതികരിക്കും, അത് നിർണായകമാണ്. ബംഗ്ലാദേശിനെതിരായ ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യക്ക് ചരിത്ര വിജയം. ബംഗ്ലാദേശിനെ 280 റൺസിനാണ് പരാജയപ്പെടുത്തിയത്. അശ്വിൻ 6 വിക്കറ്റുകൾ നേടി. സ്പോർട്സ് ഡെസ്കിൽ നിന്നും ഹരി നമുക്കൊപ്പം ചേരുന്നു. ഹരി, എന്താണ് ഇന്ത്യയുടെ വിജയം? എത്ര കണ്ട് ആധികാരികമാണ് വിജയം? ഏറ്റവും വലിയ ആധികാരിക വിജയമാണ് ഇന്ത്യ കൈക്കലാക്കിയതെന്ന് പറയേണ്ടി വരും. ചെപ്പോക്ക് സ്റ്റേഡിയത്തിലെ ടെസ്റ്റിലെ ആദ്യ ദിവസം തന്നെ ഒരു ആധിപത്യം ഇന്ത്യക്ക് പുലർത്താൻ സാധിച്ചിരുന്നു എന്ന് നിസ്സംശയം പറയാൻ സാധിക്കും. പ്രത്യേകിച്ച് ആദ്യത്തെ ദിനത്തിൽ ബംഗ്ലാദേശ് പേസ് ബോളർമാർ ഇന്ത്യയെ ഒന്ന് വട്ടം ചുറ്റിച്ചെങ്കിൽ പോലും തിരിച്ചു പിടിക്കാൻ അശ്വിനും ജഡേജയും ആദ്യ ഇന്നിംഗ്സിൽ തന്നെ ഒരു മികച്ച പാർട്ണർഷിപ്പ് 195 റൺസിന്റെ പാർട്ണർഷിപ്പ് നേടാൻ സാധിച്ചു. അതിനുശേഷം ബംഗ്ലാദേശ് ബാറ്റിംഗിലേക്ക് ഇറങ്ങുമ്പോൾ പോലും ജസ്പ്രീത് ബുംറയുടെ ഇന്ത്യൻ പേസ് നിര ബംഗ്ലാദേശ് ബാറ്റർമാരെ പിടിച്ചു കെട്ടുന്ന ഒരു ഉണ്ടായി. ഷക്കീബ് അൽ ഹസൻ 32 റൺസാണ് അവരുടെ ടോപ്പ് സ്കോർ. അതിനുശേഷം ഫോളോ ഓൺ അനുവദിക്കാതെ ഇന്ത്യ സെക്കൻഡ് ഇന്നിംഗ്സിൽ ക്യാപ്റ്റൻ രോഹിത് ശർമ്മ 2 ഇന്നിംഗ്സിൽ ഇന്ത്യൻ ബാറ്റിംഗ് നിര ഇന്നിംഗ്സിൽ ഗില്ല് വലിയ രീതിയിൽ തിരിച്ച് സെഞ്ചുറി ഒരു
515 വിജയം ബംഗ്ലാദേശിന് ചെയ്തു. 4-ാം ദിവസത്തെ വരെ സമയത്ത് ആരംഭിച്ചിരുന്നത് തുടക്കത്തിൽ ആദ്യത്തെ ഓവർ ബംഗ്ലാദേശ് നിൽക്കാൻ സാധ്യതയെന്ന് ഒഴിച്ചാൽ രവീന്ദ്ര ജഡേജ വന്നതോടുകൂടി ബംഗ്ലാദേശ് നിലവിലാവുന്ന കാഴ്ചയാണ് ഉണ്ടായത്. ചരിത്രത്തിൽ ആദ്യമായി പാകിസ്ഥാൻ എത്തിച്ചുകൊണ്ട് ബംഗ്ലാദേശ് ടെസ്റ്റ് സീരീസ് നേടിയതിന്റെ സന്തോഷത്തിലാണ് അവർ വന്നത്. എന്നാൽ കണക്ക് ഇന്ത്യൻ താരങ്ങൾ അതുകൊണ്ട് തന്നെ ബംഗ്ലാദേശ് അടച്ചുകൊണ്ടാണ് വലിയ മുന്നേറ്റം എന്ന് പറയുമ്പോഴും ഇത് ബാക്കി നിൽക്കെ ഏകദേശം 280 റൺസിന് ഇന്ത്യ വിജയം സ്വന്തമാക്കി. തന്നെ ഈ ടെസ്റ്റ് സീരീസിനെ സംബന്ധിച്ച് ബംഗ്ലാദേശ് കൊണ്ടുവന്ന ഒരു ആത്മവിശ്വാസമാണ്. ആത്മവിശ്വാസം ഇന്ത്യൻ തന്നെ തച്ചുകൊണ്ടാണ് പോയത്. രവിചന്ദ്രൻ അശ്വിൻ തന്നെയാണ് 2 ഇന്നിംഗ്സിലെയും താരമെന്ന് പറയുന്നത്. ഇന്നിംഗ്സ് ബാറ്റിംഗ് അശ്വിൻ വിക്കറ്റ് എത്തിക്കൊണ്ട് തന്നെയാണ് ബംഗ്ലാ കടുവയെ അടിച്ചെളുക്കിയെന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ ഒരു ചരിത്ര നേട്ടവും കുറിച്ചിരിക്കുകയാണ്. വെസ്റ്റ് ഇൻഡീസ് ഇതിഹാസ താരമായ കോർട്നി വാൾഷ് 522 വിക്കറ്റുകൾ അശ്വിൻ ടെസ്റ്റ് സീരീസിൽ വാങ്ങി. വാൾഷിനെ സംബന്ധിച്ചിടത്തോളം 510 വിക്കറ്റുകളായിരുന്നു. 6 വരുന്നത്. മുന്നിലുള്ളത് ഓസ്ട്രേലിയൻ നേതൃത്വമാണ് 503 വിക്കറ്റുകൾ. ആ നേട്ടം എത്രയും പെട്ടെന്ന് തന്നെ പ്രത്യേകിച്ച് ഈ ടെസ്റ്റ് സീരീസിൽ തന്നെ അത് മറികടക്കാനുള്ള ഒരു സാഹചര്യത്തിൽ തന്നെയാണ് അശ്വിൻ നിൽക്കുന്നത്. ശരി, എന്തായാലും ആധികാരികമായ വിജയമാണ് ഇന്ത്യക്ക് ബംഗ്ലാദേശിനെതിരെ. ISL 2024-25 സീസണിലെ 2ാമത്തെ മത്സരത്തിൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് ഈസ്റ്റ് ബംഗാൾ ക്ലബിനെ നേരിടും. വൈകുന്നേരം 7:30 കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ വെച്ചാണ് മത്സരം നടക്കുന്നത്. ആദ്യ മത്സരത്തിലേറ്റ പരാജയത്തെ തുടർന്നാണ് ഇരു ടീമുകളും ഇറങ്ങുന്നത്. ഇനി സ്വർണ്ണം വെള്ളി നിരക്ക്. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് Kavita Gold and Diamonds. Choose your special. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 6960, പവന് 55,680. 18 ക്യാരറ്റ് സ്വർണത്തിന് ഗ്രാമിന് 5775, പവന് 46,200. വെള്ളി ഗ്രാമിന് 96 രൂപ, കിലോഗ്രാമിന് 96,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് Kavita Gold and Diamonds. Choose your special. പൂർണ്ണമാകുന്നു പകൽ വാർത്ത. നമസ്കാരം. ശിരൂർ ദൗത്യം 2ാം ദിനത്തിൽ ഡ്രഡ്ജിംഗ്